Hello children, നമ്മൾ JEEയുടെ ഒരു ക്രാഷ് പ്രോഗ്രാം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഫേസ് എക്സാം താരതമ്യേന വളരെ ഈസി ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനൊന്നും കണ്ടിട്ടില്ല. ഞാൻ 24ലെയും 25ലെയും കുറച്ച് ക്വസ്റ്റ്യൻ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഞാൻ കാണുകയുണ്ടായി. അത് വെച്ച് നോക്കുമ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയനും ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങളല്ലേ എക്സാം എഴുതിയത്? ഹൗ വേർ ദ ക്വസ്റ്റ്യൻസ്? ഈസി ആയിട്ട് എഴുതാൻ പറ്റിയോ? ഫിസിക്സ്, ഐ ആം ആസ്കിങ് അബൌട്ട് ഫിസിക്സ്. നന്നായിട്ട് എഴുതിയോ നിങ്ങളെല്ലാവരും? നന്നായിട്ട് എഴുതിയെങ്കിൽ കൺഗ്രാജുലേഷൻ. നന്നായിട്ട് എഴുതിയില്ലെങ്കിലും പേടിക്കേണ്ട. ഇനി നമുക്ക് 2 മാസത്തോളം ഉണ്ട് പഠിക്കാൻ. ഓരോരോ ചാപ്റ്ററായിട്ട് നമ്മൾ പബ്ലിക് റിവിഷൻ തരാൻ പോവുകയാണ്. എല്ലാ ലൈവിലും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഇനിയുണ്ട്. 2 ഫേസ് ഉണ്ടല്ലോ, അതിലേറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഫേസിലെ മാർക്കായിരിക്കുമല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട. നന്നായിട്ട് എഴുതിയവർ ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് എഴുതാത്തവർ ട്രൈ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഫേസും എല്ലാവരും എഴുതണം. നമുക്ക് സമയമുണ്ട്, 2 മാസം കൂടി ഉണ്ട് ഇനി പഠിക്കാൻ. റിഗറസ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 1.5-3 മണിക്കൂർ ലൈവ് ഉണ്ടാവും. ആ ലൈവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഡീൽ ചെയ്യുന്നത്. എല്ലാവരും ലൈവിൽ തുടക്കം മുതൽ അവസാനം വരെ തുടരുക. ഓക്കെ. ഫിസിക്സ് കൺഫ്യൂസിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ചില പേപ്പറിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണ്? നമുക്ക് സബ്ജക്റ്റ് അത്ര തറവില്ലാത്തപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്, ഇല്ലേ? ക്വസ്റ്റ്യൻ കൺഫ്യൂഷനാണ് അതിൻ്റെ അർത്ഥം. കോൺസെപ്റ്റ് ക്ലിയർ അല്ലെന്നാണ്. അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഉണ്ടാകാൻ സാധാരണഗതിയിൽ ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യും, അവാർഡ് ചെയ്യും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡാവണ്ട. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്നറിയാമോ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ +2ലെ ഫസ്റ്റ് ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് JEEക്ക് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ്, ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. എല്ലാ ചാപ്റ്ററിലും സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. എന്താണെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആണ്. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, ക്രോസ് ചാറ്റിങ് നിർത്തി വെക്കുക. എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം ചാറ്റ് ചെയ്യുക. ക്രോസ് ചാറ്റിംഗ് എല്ലാം ദയവായി നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടാവണം. ഞാൻ തരുന്ന പ്രോബ്ലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളതെന്ന് പറയാം. ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം പ്രീവിയസ് JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, തറവായിട്ടുണ്ടാവും. വീണ്ടും JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത് അഡ്വാൻസിൻ്റെ എക്സാം മുന്നിൽ കണ്ടുകൊണ്ടല്ല. അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ JEE മെയിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ജാക്ക് പോട്ടാണ്. JEE അഡ്വാൻസിനും ഉപകരിക്കും, അതുപോലെ JEE മെയിൻ്റെ എക്സാമിനും ഉപകരിക്കും. കൂടുതലും JEE മെയിന് ചോദിക്കാൻ സാധ്യതയുള്ള അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കീറാമുട്ടിയായിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us see the ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഞാനൊന്ന് വായിക്കാം, കേൾക്കൂ. 2 large vertical and parallel metal plates having a separation of 1 centimeter are connected to DC എന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ DC ആയിട്ട് കണക്ട് ചെയ്തു. വോൾട്ടേജ് സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് X. സാധാരണ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നൊക്കെയാണ് പറയുന്നത്, ഇവിടെ X എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഡേറ്റയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് അവ തമ്മിലുള്ള സെപ്പറേഷൻ. അവയുടെ ഇടയിൽ, ആ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ X ആണ്. വിക്ക് പകരം X എന്നാണ് തന്നിട്ടുള്ളത്. പ്രോട്ടോൺ ആണ് റിലീസ് ചെയ്തത്. പ്രോട്ടോണിൻ്റെ ചാർജ് മാസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാസ് ഓഫ് പ്രോട്ടോണും ചാർജ് ഓഫ് പ്രോട്ടോണും അറിഞ്ഞിരിക്കണം കേട്ടോ. ഈസ് റിലീസ്ഡ് അറ്റ് റെസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്തു. മിഡ് വേ ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്, 2 പ്ലേറ്റിൻ്റെ നടുക്കു നിന്നാണ് റിലീസ് ചെയ്തത്. ഇറ്റ് ഈസ് ഫൗണ്ട് ടു മൂവ് അറ്റ് 45 ഡിഗ്രി. നോക്കിക്കേ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. 45 ഡിഗ്രി ഉണ്ടാക്കി, വെർട്ടിക്കലുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കിയാണ് അത് മൂവ് ചെയ്യുന്നത്. ദെൻ X എത്ര എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര. കുട്ടികളെ, ഇത് കപ്പാസിറ്ററിൻ്റെ നടുക്കുമെന്നല്ല റിലീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പ്രോട്ടോണിനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അത് നേരെ താഴേക്ക്, വെർട്ടിക്കലി താഴേക്ക് വന്നേനെ ഫീൽഡിലായിരുന്നുവെങ്കിൽ. എന്തുകൊണ്ടാണ്? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് താഴേക്ക് വന്നേനെ.
പക്ഷേ ഇവിടെ അങ്ങനെ താഴേക്കല്ല വന്നത്. എങ്ങോട്ടാ? 45 ആംഗിളിലാണ് അത് ടേക്ക് ഓഫ് ചെയ്തത്. കണ്ടോ, 45. അപ്പോൾ അതിൽ വേറൊരു ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഏതാ? ഇലക്ട്രിക് ഫീൽഡ്. കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബിക്കോസ് ഇറ്റ്സ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ആ പ്രോട്ടോൺ ക്യൂ അതിൻ്റെ ചാർജ് ആണെന്ന് വിചാരിക്കുക. QE ഫോഴ്സും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. ഏതൊക്കെയാ? MGയും QEയും. അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടൻറ്റ് 45 ഡിഗ്രിയിലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഈ tan 45 ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ QEയും MGയും തമ്മിൽ എന്താ ബന്ധമെന്ന് നോക്കാം നമുക്ക്. Let me take tan of 45. What is tan 45? Tan 45 from the diagram is opposite, which is MG, divided by adjacent, which is QE. MG divided by QE എന്ന് കിട്ടി. QE. നോക്കിയ കുട്ടികളെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ QE ഈസ് ഈക്വൽ ടു MG എന്നല്ലേ അതിൻ്റെ അർത്ഥം. QE ഈസ് ഈക്വൽ ടു MG. നമുക്ക് ഈ ഇവിടെ ഇല്ല. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. M ഉണ്ട്, മാസ് നമുക്കറിയാം, G അറിയാം, Q ചാർജ് ഓഫ് ദ പ്രോട്ടോൺ അറിയാം, E നമുക്കറിയില്ല. E അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇയും പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. See here, electric field between the plate of the capacitor is V/D എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മയില്ലേ? V/D. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമായതുകൊണ്ട് V/D, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ, V/D. ഇവിടെ V എന്നല്ല തന്നിട്ടുള്ളത്, X എന്നാണ് തന്നിട്ടുള്ളത് Vക്ക് പകരം. അപ്പം ഞാനിത് X/D എന്ന് എഴുതും. X/D. That I am going to substitute here. Q into X/D is equal to MG. എനിക്ക് എന്താ വേണ്ടത്? X ആണ് വേണ്ടത്. X is equal to MGD divided by Q. ഇതാണ് ഞാൻ പറഞ്ഞത്. M മാസ് ഓഫ് ദ പ്രോട്ടോൺ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് നിയർലി 1.67 into 10 to the power minus 27 ആണ്. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 എടുക്കാം. D എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. 1 സെൻറ്റിമീറ്റർ ആണ് സെപ്പറേഷൻ എന്നുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 10 to the power minus 2 ഡിവൈഡഡ് ബൈ ചാർജ്. ആരുടെ ചാർജ്? പ്രോട്ടോണിൻ്റെ ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആണ്. അതുകൊണ്ട് 1.6 into 10 to the power minus 19. നോക്കിയ കുട്ടികളെ, ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത്. ഈ 1.67ഉം 1.6ഉം വെട്ടിക്കളഞ്ഞാൽ നമ്മൾ വളരെ സേഫായി അല്ലേ? സേഫായി. മുകളിൽ എത്ര വരും? 10 to the power. മുകളിൽ നമുക്ക് 10 to the power minus 28 എന്ന് വന്നു. താഴെ 10 to the power minus 19 എന്ന് വന്നു. ദാറ്റ് ഈസ് സോ സിമ്പിൾ. X ഈസ് ഈക്വൽ ടു 10 to the power minus 9. വാട്ട് ഈസ് യൂണിറ്റ്? വോൾട്ട്. 10 to the power minus 9 വോൾട്ട്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിളാണ്. ഇത് കണ്ടാൽ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ആരെങ്കിലും പറയുമോ? ആരും പറയല. കാരണം എന്താണെന്നറിയാമോ? ഇത് പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം JEEയുടെ ക്വസ്റ്റ്യൻ്റെ നിലവാരമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറയാം, JEEയുടെ നിലവാരം പഴയ അഡ്വാൻസിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു. JEEയുടെ നിലവാരം, JEE മെയിൻ്റെ നിലവാരം പഴയ അഡ്വാൻസിൻ്റെ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡോണ്ട് വറി, ഇന്നത്തെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Does anyone have doubt? If you have doubt, don't hesitate to ask me. You have to ask me, okay? Okay. Next. തിയറി ഇനി ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും തിയറി പഠിച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് കുട്ടികൾ തിയറി വേണമെന്ന് പറയുന്നുണ്ട്. ഇനി തിയറി പഠിച്ചിട്ട് യു കനോട്ട് ഡു എനിത്തിങ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലത്തിലൂടെ തിയറി പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ വുഡൻ ബ്ലോക്ക് പെർഫോം SHM ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് വിത്ത് ഫ്രീക്വൻസി µ0. ഒരു വുഡൻ ബ്ലോക്ക് ഇങ്ങനെ SHM ചെയ്യുക എന്നാണ് പറഞ്ഞത്. മേ ബി ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്താണെന്ന് നിങ്ങൾ വിചാരിച്ചു. സ്പ്രിങ്ങിൻ്റെ അറ്റത്താണെന്ന് വിചാരിച്ചു. ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഇങ്ങനെ SHM ചെയ്യുക ഫ്രിക്ഷൻലെസ് സർഫസിൽ. ഓക്കെ. ദ ബ്ലോക്ക് കണ്ടെയ്ൻസ് എ ചാർജ് Q. ബ്ലോക്കിനകത്ത് ചാർജ് ഉണ്ട്. ബ്ലോക്ക് ചാർജ്ഡ് ബ്ലോക്കാണ് ഓൺ ഇറ്റ് സർഫസ്. ഇഫ് നൗ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്വിച്ച്ഡ് ഓൺ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈ സ്വിച്ച് ഓൺ ചെയ്തു. ദെൻ SHM ഓഫ് ദ ബ്ലോക്കിൻ്റെ SHMന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീക്വൻസി മാറുന്നും അതുപോലെ മീൻ പൊസിഷൻ മാറുന്നു. കുറേ ഫ്രീക്വൻസി മീൻ പൊസിഷനുമായിട്ടുള്ള കുറേ റിലേഷൻസ് ആണ് തന്നിട്ടുള്ളത്. എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കൂ കുട്ടികളെ, ഞാനിവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു സ്പ്രിങ് ആണെന്ന് വിചാരിച്ചോ. ക്വസ്റ്റ്യനിലെ സ്പ്രിങ് എന്ന് പറയുന്നില്ല.
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിങ് എടുത്തു. അതിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിലാണ് ഇതുള്ളത്. അവിടെ ഞാൻ ഒറിജിനായിട്ട് എടുത്തു. സ്പ്രിങ് എക്സ്റ്റെൻഡ് അല്ലാത്തതുകൊണ്ട് ഇതിൽ നെറ്റ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം പോർഷനായി ഇപ്പം. എന്നിട്ട് ഇതിനെ എക്സ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് വിടുകയാണെങ്കിൽ ഇറ്റ് ഡസ് SHM. ആ SHMൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ദെൻ വാട്ട് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ഇറ്റ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് KX. KX ആണ് ഇതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ദർ ഈസ് നോ അതർ ഫോഴ്സ്. നിങ്ങൾ സ്പ്രിങ്ങിനെ എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്പ്രിങ് ഗിവ്സ് യു എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റൻഷൻ. ഓക്കെ, മൈനസ് KX. ഇനിയും ഞാൻ ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തെ കാര്യം നിങ്ങളെ പഠിപ്പിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്വിച്ച് ഓൺ. ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കുട്ടികളെ? ഇതിൽ ചാർജ് Q ഇല്ലേ? ഇതിൽ ചാർജ് Q ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് QE ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇത് ഡിസ്പ്ലേസ് ആവും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് X0 ആണെന്ന് വിചാരിക്കുക. നോക്കിയ കുട്ടികളെ, X0 ആണെന്ന് വിചാരിക്കുക. X0യിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അത് ഇക്വിലിബ്രിയം പൊസിഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നെറ്റ് ഫോഴ്സ് അവിടെയും 0 ആയിരിക്കണം. വാട്ട് ഈസ് ഇക്വിലിബ്രിയം പൊസിഷൻ? ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ദ പൊസിഷൻ വെയർ ദ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് നോ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് KX0 മൈനസ് KX0, X0 എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് പ്ലസ് QE. ഇത് ഈ രണ്ട് ഫോഴ്സേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ ആ പൊസിഷനിൽ 0 ആയിരിക്കണം. എവിടെ? പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിൽ. ഇതായിരുന്നു പഴയ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഇക്വിലിബ്രിയം ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ പുതിയ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് വിൽ ഗെറ്റ് ഷൂട്ടപ്പ്. അത് ഷൂട്ടപ്പായി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പിന്നെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് എക്സ് മുന്നോട്ട് പോയെന്ന് വിചാരിക്കുക. എക്സ് അല്ല, എവിടുന്ന്? X0യിൽ നിന്ന് എക്സ് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എത്ര പോയി? ഒറിജിൻ, ഇതാണ് നമ്മുടെ ഒറിജിൻ. X0 പിന്നെ ഒരു എക്സ് കൂടെ മുന്നോട്ട് പോയി, എന്നിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ലെറ്റ് us റൈറ്റ് ദ ന്യൂ റീസ്റ്റോറിംഗ് ഫോഴ്സ്. നോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നോക്കിക്കേ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ എത്രയാ? X0 പ്ലസ് എക്സ് ആണ് എക്സ്റ്റൻഷൻ. അപ്പം മൈനസ് KX എന്നുള്ളത് മൈനസ് K ടോട്ടൽ എക്സ്റ്റൻഷൻ X0 പ്ലസ് എക്സ്. അതുണ്ട്. അത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിൽ, ബാക്ക്വേർഡ്. ഇനി QE ഇല്ലേ? കാരണം ഇറ്റ് ഹാസ് എ ചാർജ് Q ഇല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് E. ദെയർഫോർ ദർ ഈസ് എ ഫോഴ്സ് QE ഓൾസോ ഇൻ ഇറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. വാട്ട് യു ഗെറ്റ്? മൈനസ് KX0 മൈനസ് KX പ്ലസ് QE. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ടേമുകൾ നിങ്ങൾ നോക്കിക്കേ. മൈനസ് X0യും പ്ലസ് QE എന്ന് പറഞ്ഞാൽ മൈനസ് X0 പ്ലസ് QE എത്രയാണ്? 0 ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മൈനസ് X0 പ്ലസ് QE 0 ആയതുകൊണ്ട് ഇപ്പോഴത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സും എത്ര തന്നെയാണ്? മൈനസ് KX തന്നെയാണ്. ദെൻ ലുക്ക്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ബിഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്വിച്ച്ഡ് ഓൺ, that is minus, what was that? That is minus KX. Electric field after the electric field, I mean restoring force after the electric field is switched on, that is also minus KX. അതിൻ്റെ അർത്ഥം എന്താ? there is no change in restoring force. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി µ0 ആണെങ്കിൽ ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ µ0 ആയിരിക്കും. ഫ്രീക്വൻസി doesn't change, time period doesn't change. Only what happens is ഇക്വിലിബ്രിയം പൊസിഷൻ ഷിഫ്റ്റ്സ്. ഇക്വിലിബ്രിയം പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇക്വിലിബ്രിയം പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. വാട്ട് ഡസൻറ്റ് ചേഞ്ച്? ദ ഫ്രീക്വൻസി ഡസൻറ്റ് ചേഞ്ച് ആൻഡ് ദ ടൈം പീരീഡ് ഓൾസോ ഡസൻറ്റ് ചേഞ്ച്. ആംഗുലാർ ഫ്രീക്വൻസി ഡസൻറ്റ് ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√m/k ആണ്. ശരിയല്ലേ? എം മാറിയിട്ടില്ല, K മാറിയിട്ടില്ല. K ഇസ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ്, മാറിയിട്ടില്ല. അതുകൊണ്ട് ടൈം പീരീഡ് ഡസൻറ്റ് ചേഞ്ച്, ഫ്രീക്വൻസി ഡസൻറ്റ് ചേഞ്ച്. അപ്പം അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. മീൻ പൊസിഷൻ ഫിക്സഡ് അല്ല, മീൻ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ആദ്യമേ മീൻ പൊസിഷൻ ഇവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ വാസ് അറൌണ്ട് ദിസ് പോയിന്റ്. നൗ ന്യൂ മീൻ പൊസിഷൻ ഈസ് ദിസ് വൺ, ഓസിലേഷൻ ഈസ് അറൌണ്ട് ദിസ് പോയിന്റ് നൗ. അപ്പം അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കൂ. ഓഫ് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് വിത്ത് ഷിഫ്റ്റഡ് മീൻ പൊസിഷൻ, ദിസ് ഈസ് ദ ആൻസർ. ബാക്കിയുള്ള എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ കറക്റ്റ് ആണോ എന്ന്.
എ ആണ് ആൻസർ. ബാക്കിയുള്ളത് യു മേ റീഡ് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കൂ. ബാക്കിയുള്ളതെല്ലാം ഈസ് ഇറ്റ് കറക്റ്റ് ഓർ റോങ്? ബാക്കിയുള്ളതെല്ലാം ഒന്ന് വായിച്ചു നോക്കൂ. ബാക്കിയുള്ളതെല്ലാം റോങ് ആണെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഐ ആം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ് us see the next question. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിമ്പിൾ എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പല എക്സാമിനും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യമേ അപ്പിയർ ചെയ്ത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യമേ അപ്പിയർ ചെയ്ത് 2003. ഓക്കെ, ഇതെന്താ പറഞ്ഞത്? ഒരു മെറ്റാലിക് ഷെൽ ഹാസ് എ പോയിന്റ് ചാർജ് ക്യൂ കെപ്റ്റ് ഇൻസൈഡ് ഇറ്റ് ക്യാവിറ്റി. ക്യാവിറ്റിയുടെ ഉള്ളിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, ക്യാവിറ്റിക്കുള്ളിൽ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം കറക്റ്റ്ലി റെപ്രസെന്റ് ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഇതിലെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റലിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിലെ പാസ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു, ഇത് തെറ്റാണ്. ഇത് കണ്ടോ, ഇതും അതിൽ കൂടെ പാസ് ചെയ്യുന്നു, തെറ്റാണ്. മെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസ് ചെയ്യില്ല. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. പിന്നെ ഇതാണോ എന്നാണ് പ്രശ്നം. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ. ഇത് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് എ മെറ്റൽ എന്നുള്ള പോർഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ. ഇത് കണ്ടോ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണോ? അല്ല. ഇവിടെ പെർപെൻഡിക്കുലർ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. ദിസ് ഈസ് ഓക്കെ. വൈ? ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ടെർമിനേറ്റ്, കണ്ടോ, ടെർമിനേറ്റ് at the surface, terminate at the surface at right angle, terminate at the surface at right angle, and here also electric field lines passes at right angle. Therefore the answer is D. Answer is D. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് ഡി. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് എ കണ്ടക്ടർ എന്ന പോർഷനിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇതുള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് 6-7 പോയിന്റ് തന്നിട്ടുണ്ട്. 6 പോയിന്റാന്ന് തോന്നുന്നു. 6 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു നോക്കണം. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കണം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് 0. ഓക്കെ, ദെൻ ദ കണ്ടക്ടർ ഈസ് അറ്റ് ഇക്വിപൊട്ടൻഷ്യൽ. ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചു നോക്കുക. ഇനി അടുത്തത് ഈസിയാണ്. നോക്കൂ, ഇതെന്താ? 3 പോയിന്റ് ചാർജസ് ഓഫ് ഈക്വൽ വാല്യൂ ക്യൂ ആർ പ്ലേസ്ഡ് അറ്റ് ദ വെർട്ടിസസ് ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഉടനെ നിങ്ങൾ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഇങ്ങനെ ചിന്തിക്കുക. ഇക്വിലാറ്ററൽ ആയിരിക്കണേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചിന്തിച്ചു ഇല്ലേ? ഇക്വിലാറ്റർ ട്രയാങ്കിൾ ചിന്തിച്ചു. എന്താണ് അവിടെ വെച്ചേക്കുന്നത്? എല്ലായിടത്തും ക്യൂ ചാർജ്, പ്ലസ് ക്യൂ ചാർജ് വെച്ചേക്കുക എന്ന് വിചാരിക്കുക. പ്ലസ് ക്യൂ ഇല്ലേ? പ്ലസ് ക്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പ്ലസ് ക്യൂ and terminate at a minus q. ഇവിടെ മൈനസ് ഇല്ല. therefore there is no termination. അല്ലേ? where does it terminate then? It may terminate at infinity. Okay, it may terminate at infinity. That's all. അതുപോലെ ഇവിടെയും ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെ തന്നെയായിരിക്കും, സിമെട്രിക് ആയിരിക്കും. കാരണം എല്ലാം ഈക്വൽ ചാർജസ് ആണ്. no two field lines will ever intersect also. They won't intersect. That and all you know. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വോണ്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. കണ്ടോ, ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഒക്കെ കാണുന്നുണ്ട്. ഇതല്ല, ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കില്ല. ഇതുമല്ല, ഇത് കണ്ടോ, ഇവിടെയും ക്ലോസ്ഡ് ലൂപ്പ് കാണുന്നുണ്ട്. അത് തന്നെയല്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈന് പോസിറ്റീവ് ചാർജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പം ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഇതും ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കി, അതുമല്ല. therefore the answer is C. there is no other answer. ഓക്കെ, സിമ്പിളാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ജെയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ച് വെറുതെ വിടരുത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 5th question. An electron of mass me initially at a rest moves through a certain distance in vacuum electric field in time t1. t1ൽ ഇലക്ട്രോണ് മൂവ് ചെയ്തു. എത്ര മൂവ് ചെയ്തു? certain distance. Proton of mass mb also initially at rest takes time t2 to move through the equal distance. രണ്ടും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഇൻ ദ യൂണിഫോം ഇതേ ഫീൽഡിലുമാണ്. സെയിം ഡിസ്റ്റൻസ് ഇൻ സെയിം ഫീൽഡ്. നിഗ്ലക്റ്റിംഗ് ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി റേഷ്യോ ഓഫ് t2/t1. t2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? പ്രോട്ടോൺ എടുത്ത ടൈം. t1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എടുത്ത ടൈം.
കുട്ടികളെ ആദ്യമേ തന്നെ ആക്സിലറേഷൻ്റെ കോൺസ്റ്റൻ്റ് ആണോ എന്ന് നോക്കാം. ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ എന്തുമാട്ടെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് രണ്ടിനും ഈക്വലാണ്. കാരണം ഒരേ ചാർജാണ് രണ്ടിനും, ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ മാസ് ഡിഫറൻ്റ് ആണ് രണ്ടിനും. ഓക്കെ, അതുകൊണ്ട് ആക്സിലറേഷൻ ഡിഫറൻ്റ് ആണ്. ആക്സിലറേഷൻ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാകുക? മാസ് കുറഞ്ഞയാൾക്ക് കൂടുതൽ ആക്സിലറേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ കൂടുതലും പ്രോട്ടോണിൻ്റെ ആക്സിലറേഷൻ കുറവുമായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു യു ഇല്ല, രണ്ടിനും യു ഇല്ല. അപ്പോൾ ഹാഫ് AT² എന്നുള്ള ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, ഹാഫ് AT² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പം ഞാൻ രണ്ടിനും ഇക്വേഷൻ എഴുതാം. S ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് A എന്നുള്ളത് എന്താ ഇ ഡിവൈഡഡ് ബൈ മാസ് ആരുടെ ഇലക്ട്രോണിൻ്റെ കാര്യമാണ് ഇൻറ്റു ടി എന്ന് പറയുന്നത് T1². നോക്കൂ, ഇത് ഇലക്ട്രോണിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതി. ഇനി പ്രോട്ടോണിൻ്റെ ഇക്വേഷൻ എഴുതുക. പ്രോട്ടോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും അത് തന്നെയാണ്, എസ് തന്നെയാണ്. S1 S2 എന്ന് എടുക്കരുത്, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ സെയിം. ഹാഫ് ആക്സിലറേഷൻ. വാട്ട് ഈസ് ആക്സിലറേഷൻ? ഇ ഡിവൈഡഡ് ബൈ മാസ് ഡിഫറൻറ്റ്, മാസ് ഓഫ് പ്രോട്ടോൺ, അതെടുത്ത ടൈം T2 ആണ്, T2². കുട്ടികളെ ഇതിൻ്റെ റേഷ്യോ ഞാൻ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം വെട്ടിപ്പോകും നോക്കിയേ. ഈ ME ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോവാ, ഈ MBനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോവാ. എന്നിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. രണ്ടാമത്തെ ഇക്വേഷൻ T2² ഡിവൈഡഡ് ബൈ T1². രണ്ടാമത്തെ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം MB ഡിവൈഡഡ് ബൈ ME എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. നമുക്ക് വേണ്ടത് T2 ഡിവൈഡ് ബൈ T1. അപ്പോൾ രണ്ടിടത്തുനിന്നും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് കിട്ടും. ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്. സിമ്പിൾ ഇറ്റ് ഈസ്. അപ്പം ഈ രണ്ട് പാർട്ടിക്കിളിനും ഡിഫറൻറ്റ് ടൈം എടുക്കാൻ കാരണം എന്താ? അവിടെ ആക്സിലറേഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കൂ, രണ്ട് പാർട്ടിക്കിളിനെ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ രണ്ടിനും ഒരേ ആക്സിലറേഷൻ ആയിരിക്കും. ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg ഡിവൈഡഡ് ബൈ m. കണ്ടോ, ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോസ് ടു മാസ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതുകൊണ്ട് രണ്ടിനും ഒരേ ആക്സിലറേഷൻ ആയിരിക്കും. ഫീൽഡിലാണ്, ഇലക്ട്രിക് ഫീൽഡിലല്ല, ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ് ഇത് രണ്ടിനെയും ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ രണ്ടും ഒരേ സമയത്ത് എവിടെ എത്തും? ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതുകൊണ്ടാണ് ലൈറ്റ് ബോഡി ആണെങ്കിലും ഹെവി ബോഡി ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അവ ഒരേ സമയം എടുക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൽ അങ്ങനെയല്ല. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രപ്പോസ് ടു മാസ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ചാർജ്. Therefore the acceleration need not be same. മാസിനനുസരിച്ച് ആക്സിലറേഷൻ മാറും. Therefore what is the answer? Where is that? Where MB ME ഏതാണ് കുട്ടികളെ? MB B അല്ലേ ആൻസർ? C ആണ്. എന്താ C എന്ന് നിങ്ങൾ പറഞ്ഞ? B അല്ലേ ആൻസർ കിട്ടുക? അതല്ലോ. T2 will be greater. B ആണ്, B. കുറേ കുട്ടികൾ C എന്ന് പറയുന്നു. Why it is C? I don't understand. ME ഡിവൈഡ് ബൈ MB ഡിവൈഡ് ബൈ ME അല്ലേ വരിക? ഓക്കെ, ഇങ്ങനെ ആലോചിക്കൂ. ഇതിനെ ഇങ്ങോട്ട് എടുക്കൂ, MBനെ ഇങ്ങോട്ട് എടുക്കൂ, എന്നിട്ട് ഡിവൈഡ് ചെയ്യൂ. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. നൗ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. 2 പോയിന്റ് ചാർജസ്, 2 പോയിന്റ് ചാർജുകളാണ്. +Q -Q ആർ ഹെൽഡ് ഫിക്സഡ് അറ്റ് -D0. ദിസ് വൺ -D0 എന്ന് പറഞ്ഞാൽ X ആക്സിലാണ്, D0 X ആക്സിലാണ് രണ്ടും ഉള്ളത്. റെസ്പെക്റ്റീവ്ലി ഓഫ് XY കോർഡിനേറ്റ് സിസ്റ്റം. ഇനി നോക്കൂ, ഓരോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡൈപോൾ. തിങ്ക് ഹിയർ. ആ ഡയഗ്രാം, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഡയഗ്രാം ഡിപ്പെൻഡ് ചെയ്യൂ. നിങ്ങൾ ഇപ്പം വരയ്ക്കുന്ന ഡയഗ്രാം ഇവിടെ ഞാൻ എന്ത് വെച്ചു എന്നാണ് പറഞ്ഞേ? +Q ചാർജ് വെച്ചു. ഇവിടെ ഞാൻ എന്ത് വെച്ചു? -Q ചാർജ് വെച്ചു. ഇതാണ് ഒറിജിൻ. ദിസ് ഈസ് -D0 കോർഡിനേറ്റ്, ഇത് +D0 കോർഡിനേറ്റ്. ഇനിയും ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇലക്ട്രിക് ഫീൽഡ് ഈ അറ്റ് ഓൾ പോയിന്റ് ഓൺ X ആക്സിസ് ഹാസ് സെയിം വാല്യൂ. ഇതാണ് എൻ്റെ X ആക്സിസ്. ഇത് കണ്ടോ? ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇലക്ട്രിക് ഫീൽഡ് വേരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. ആക്ച്വൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് വേരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഫസ്റ്റ് വൺ ഈസ് റോങ്. സെക്കൻഡ് വൺ നോക്കൂ. വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ ബ്രിങ്ങിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ഒറിജിൻ. ഒറിജിനിലെ പൊട്ടൻഷ്യൽ എത്രയാണ് കുട്ടികളെ? ഒറിജിൻ, ഇതാണ് ഒറിജിൻ, നടുക്കത്തെ പോയിന്റ്. ഒറിജിനിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0 ആണ്.
കാരണം പോസിറ്റീവ് ചാർജ് മേക്സ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ദിസ് വൺ വിൽ മേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആൻഡ് ദിസ് ചാർജ് വിൽ മേക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. രണ്ടും ഈക്വൽ ആണ്, ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എത്രയാ? ബൈ ഡെഫിനിഷൻ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഓൾസോ 0. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 0. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് യു ബ്രോട്ട് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇൻഫിനിറ്റിയുടെയും ഒറിജിനിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 0 - 0 0. Therefore പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ ബ്രിങ്ങിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ഒറിജിൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0, ഒറിജിനിലെ പൊട്ടൻഷ്യൽ 0. Therefore there is no potential difference, no work need be done. ഇനി നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ് ഓൺ y ആക്സിസ് ഈസ് എലോങ് x ആക്സിസ്. y ആക്സിസ് നിങ്ങൾ എടുക്കുക. ലെറ്റ് us take y ആക്സിസ്. ദിസ് ഈസ് അവർ y ആക്സിസ്. ഈ y ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോസിറ്റീവ് ചാർജ് വിൽ മേക്ക് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി എവേ, നെഗറ്റീവ് ചാർജ് വിൽ മേക്ക് ടുവേഴ്സ് ഇറ്റ്. അപ്പോൾ ഇതിലെ ഫീൽഡ് ഇതേ ഇങ്ങോട്ടായിരിക്കും നെറ്റ് ഫീൽഡ്, കാരണം ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസൽ ആവും. നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, സ്കൂളിലും പഠിക്കുന്ന. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെ നോക്കുകയാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ടേക്ക് എനി പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി എലോങ് പോസിറ്റീവ്. അത് അതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ കണ്ടോ, ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ കേട്ടോ. ഇവിടെയായിരിക്കും ഏറ്റവും മാഗ്നിറ്റ്യൂഡ്. സി ഹിയർ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഡിക്രീസസ് ആസ് യു ഗോ. അപ്പോൾ ദിസ് ഈസ് കറക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ് എലോങ് y ആക്സിസ്, എലോങ് x ആക്സിസ് എന്ന് പറയുന്നത് ശരിയാണ്. എലോങ് x ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എലോങ് x ഡയറക്ഷൻ എന്നാണ് കേട്ടോ. എലോങ് x ആക്സിസ് മീൻസ് എലോങ് x ഡയറക്ഷൻ. ഇനി നോക്കി, ഡൈപോൾ മൊമെന്റ് ഈസ് 2qd എലോങ് x ആക്സിസ്. ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ? ഡൈപോൾ മൊമെന്റ് ഈസ് ഡിഫൈൻഡ്. ഇറ്റ് ഈസ് ഇതിന്റെ ഡിഫൈൻഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ് കുട്ടികളെ? ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം മൈനസ് ചാർജ് ടു പ്ലസ് ചാർജ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഡു യു റിമെമ്പർ? ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഫ്രം മൈനസ് ചാർജ് ടു പ്ലസ് ചാർജ്. ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ് ഡൈപോൾ മൊമെന്റ്? ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് ചാർജ് ഇൻറ്റു സെപ്പറേഷൻ. ചാർജ് എത്രയാ? Q. സെപ്പറേഷൻ എത്രയാ? 2d. ചാർജ് ഇൻറ്റു സെപ്പറേഷൻ. അപ്പോൾ ഇത് പറയുന്നത് എന്താ? ഡൈപോൾ മൊമെന്റ് ഈസ് എലോങ് x ആക്സിസ് എന്ന് പറഞ്ഞത്. എക്സ് ഡയറക്ഷനിലാണോ? അല്ല. എലോങ് x ഡയറക്ഷൻ അല്ല, എലോങ് മൈനസ് x ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതും തെറ്റാ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സി മാത്രമേ ഉള്ളൂ. സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓൺലി സി. ഓൺലി സി ഈസ് റൈറ്റ്. ദ റെസ്റ്റ് ഓഫ് ഓൾ ആർ റോങ്. യു മേ റീഡ് യുവർ സെൽഫ് വൺസ് അഗെയിൻ. ഓരോന്നും വായിക്കൂ, ഓരോന്നും വായിക്കൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതായിരിക്കാം, പക്ഷേ ഇത് പല എക്സാമിന് ചോദിച്ചതാണ്. പല എക്സാമിന് ജെഇക്കും ചോദിച്ചിട്ടുണ്ട്, നീറ്റിനും ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് സിമ്പിളാണല്ലോ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നമുക്കൊന്നുകൂടെ ചെയ്യാം. ഓക്കെ, എ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ലൈൻ ജോയിനിങ് ടു ഈക്വൽ ചാർജ്. ഇത് പ്ലസ് Q, ഇത് പ്ലസ് Q. ഈക്വൽ ചാർജ് നോക്കൂ കുട്ടികളെ. ഇതും ഇതും ഈക്വൽ ചാർജ്. എന്താണ് അവിടെ വെച്ചിട്ടുള്ളത്? ഒരു -Q ചാർജ് നടുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദ സിസ്റ്റം ഓഫ് ദ 3 ചാർജസ് വിൽ ബി ഇക്വിലിബ്രിയം ഇഫ് Q ഈസ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിസ്റ്റത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പോൾ ഈ 3 ആൾക്കാരിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. ഒരാളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെന്ന് ഒറ്റ അടിക്ക് പറയാൻ പറ്റും ഇതിൽ. എന്തുകൊണ്ടാ? ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ. അതുകൊണ്ട് ഇതിലെ ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അതുകൊണ്ട് ഇത് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ സെൻറ്ററിൽ എത്ര മാഗ്നിറ്റ്യൂഡുള്ള ചാർജ് കൊണ്ട് വെച്ചാലും ആ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ചാർജിന് നെഗറ്റീവ് ഫോഴ്സ് 0 ആയിരിക്കും. അത് എങ്ങോട്ട് ഓടിപ്പോയാലാ. പക്ഷേ ഇത് ഇക്വിലിബ്രിയത്തിലാണോ, ഇത് ഇക്വിലിബ്രിയത്തിലാണോ ചെക്ക് ചെയ്യണം. ബൈ സിമെട്രി ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതും ഇക്വിലിബ്രിയത്തിലായിരിക്കും. കാരണം സിമെട്രി അപ്ലൈ ആണത്. ഇതിലെ നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കുക. F 0 ആണെങ്കിൽ ഇതിലെയും F 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 എണ്ണം ചെക്ക് ചെയ്യേണ്ട. ഇത് ഓൾറെഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് അറിയാം. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണോ ചെക്ക് ചെയ്യുക. ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതും ഇക്വിലിബ്രിയത്തിലായിരിക്കും. Therefore take only one charge and check it where it is in equilibrium or not. ഓക്കെ, ഇക്വിലിബ്രിയം ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഈ ഫോഴ്സിൽ ആരുടെയൊക്കെ ഫോഴ്സ് ഉണ്ട്? ഈ ചാർജിൽ Qവിൽ ആരുടെയൊക്കെ ഫോഴ്സ് ഉണ്ട്? ഈ Q കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് Q. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു Q പ്ലസ് ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു ലിറ്റിൽ Q. ഈ 2 ഫോഴ്സാണ് ഉള്ളത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടണം. ലുക്ക്, അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഫോഴ്സ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ദിസ് ചാർജ്, ദാറ്റ് ഈസ് ദിസ് ഫോഴ്സ് must be plus force on this charge, same charge due to this little charge. ഈ രണ്ടോടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാലോ.
ചാർജും അറിയാം. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? കെ എന്ന് പറഞ്ഞാൽ 1/4πε0. Q1 Q2 എന്ന് പറഞ്ഞാൽ Q1 Q2 QQ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എയും എയുമാണ്. ഞാൻ ഈ ഡിസ്റ്റൻസ് 2a എന്ന് എടുത്ത് കൂട്ടികളെ. 2a നടുക്കല്ലേ വെച്ചേക്കുന്നത്? 2a. അല്ലെങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ് എ എന്ന് എടുക്കുക, ഇത് a/2 എന്ന് എടുക്കുക. അത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ 2a എന്ന് എടുത്തു. 2aയുടെ സ്ക്വയർ എത്രയാണ് കുട്ടികളെ? 4a² പ്ലസ് ഇനി ഇവ തമ്മിലുള്ള ഫോഴ്സ്, രണ്ടാമത്തെ ഫോഴ്സ് അതെന്താ? Q ലിറ്റിൽ q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ a². ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അത് 0 ആണെങ്കിൽ k 0 അല്ല, ഒരു ഇത് കണ്ടോ a², ഇത്രയും വെട്ടിക്കളയാം. Q a² വെട്ടിക്കളയാം. ഇതിൻ്റെ അർത്ഥം എന്താ? Q/4. ഇറ്റ് മീനിങ് ഈസ് ദാറ്റ് Q/4 പ്ലസ് ലിറ്റിൽ q മസ്റ്റ് ബി 0. വാട്ട് ഡസ് ഇറ്റ് മീൻ? ലിറ്റിൽ q മസ്റ്റ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ Q ഡിവൈഡ് ബൈ 4. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലിറ്റിൽ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിരിക്കണമെന്ന്. ഓപ്പോസിറ്റ് ഇൻ ദ സെൻസ് Q പോസിറ്റീവ് ആണെങ്കിൽ ലിറ്റിൽ q നെഗറ്റീവ് ആയിരിക്കണം. Q നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ Q നെഗറ്റീവ് ആണെങ്കിൽ ലിറ്റിൽ q പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ ചാർജ് വാട്ട് യു ഹാവ് ടു പ്ലേസ് അറ്റ് ദ സെൻറ്റർ മസ്റ്റ് ഹാവ് 1/4 ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഇൻ സൈൻ. ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഇത് നെഗറ്റീവേ നിങ്ങൾ വെക്കാൻ പാടുള്ളൂ. അല്ല, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഈ രണ്ടെണ്ണം, അപ്പോൾ ഇത് പോസിറ്റീവ് വെക്കുക. ഇത് എത്രയായിരിക്കണം? Q/4 ആയിരിക്കണം. അത് ഈ ക്യൂവിന് ഓപ്പോസിറ്റ് സൈനുമായിരിക്കണം. ഓക്കെ, ദിസ് ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ഇത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ലൈവിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഹിയർ ഇറ്റ് ഈസ്. ഞാനൊന്ന് നിങ്ങളെ ബ്രഷപ്പ് ചെയ്യുകയാണ്. ഇത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ കോൺസെപ്റ്റിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് നോക്കി കുട്ടികളെ, നോക്കൂ. ടു ഈക്വൽ നെഗറ്റീവ് ചാർജ് -q ആർ ഫിക്സഡ് അറ്റ് പോയിന്റ് 0 - a. 0 - a എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിലാണ് വെച്ചേക്കുന്നത്. ഇത് 0 - a. ഓക്കെ, 0 - a 0a. ഇത് 0a on y axis. The positive charge is released from rest at a point 2a0. 2a ഡിസ്റ്റൻസിലാണ് വിട്ടിട്ടുള്ളത്. ഓക്കെ, ഓൺ x ആക്സിസ്. ദെൻ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഒന്ന് വരച്ച് കാണിക്കാം കുട്ടികളെ. ലെറ്റ് മീ ഷോ യു ദിസ്. ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കാം. നോക്കൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനം ഇതാണ്. ഇവിടെ എന്താ? -q ചാർജ് വെച്ചു. അതെവിടെയാണ്? a ഡിസ്റ്റൻസിലാണ്. ഇവിടെ +q, അവിടെ -q ചാർജാണ് വെച്ചത് അല്ലേ? അത് 0. ഇതിൻ്റെ കോർഡിനേറ്റ് 0a, ഇതിൻ്റെ കോർഡിനേറ്റ് 0 - a. എന്നിട്ട് നിങ്ങളൊരു ചാർജ് വിട്ടിരിക്കുക x ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചു. ആ x ഇവിടെ പറയുന്നുണ്ട്, 2a എന്ന് പറയുന്നുണ്ട്. ഞാൻ ജനറലായിട്ടൊരു x എടുത്തു. സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ്, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x now. 2aയിൽ നിന്നാണ് വിട്ടത്. x 2a എന്ന് എനിക്കറിയാം. x is 2a, I know. ബട്ട് ആസ് എ വേരിയബിൾ, ബിക്കോസ് ഇറ്റ്സ് മൂവിങ്, ആ ഡിസ്റ്റൻസിന് മാറ്റം വരുന്നതുകൊണ്ട് ഞാൻ അത് x എന്ന് വിളിച്ചു. ഈ ഡിസ്റ്റൻസ് a ആണെന്നും ഈ ഡിസ്റ്റൻസ് a ആണെന്നും അറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും കുട്ടികളെ? √a² പ്ലസ് x² ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇസ് ദ കേസ് ഹിയർ. √a² പ്ലസ് x². ഡിസ്റ്റൻസ് കിട്ടി. ഇനി നോക്കിയേ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ലിറ്റിൽ f ആയിക്കോട്ടെ. ഇതിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സ്, അതും f തന്നെ, ലിറ്റിൽ f. അപ്പം നെറ്റ് ഫോഴ്സ് ഇത് ഇങ്ങോട്ടായിരിക്കും. അതെന്തായിരിക്കും? ഈ ആംഗിൾ തീറ്റ എന്ന് നിങ്ങൾ വിളിച്ചോ, തീറ്റ. ഈ ആംഗിളിനെ നിങ്ങൾ തീറ്റ എന്ന് വിളിച്ചോ, തീറ്റ. അപ്പം നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? നെറ്റ് ഫോഴ്സ് F. ലിസൺ ഹിയർ. F ഈസ് ഈക്വൽ ടു എഫിൻ്റെ, ഇത് കണ്ടോ, ഇത് എഫ് ആ, അതിൻ്റെ കൊസൈൻ കമ്പോണൻറ്റ്, ഈ എഫിൻ്റെയും കൊസൈൻ കമ്പോണൻറ്റ്. അപ്പം 2f കോസ് തീറ്റ. 2f കോസ് തീറ്റ. ദാറ്റ്സ് എ നെറ്റ് ഫോഴ്സ്. ദാറ്റ്സ് എ നെറ്റ് ഫോഴ്സ് ഉള്ളത്. ഇനി ലെറ്റ് മീ സി. എഫ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2 അതുപോലെ എഴുതി. ഓക്കെ, എഫ് എന്നുള്ള Q1 Q2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഏത് ചാർജാണ്? ഇത് ക്യാപിറ്റൽ ലെറ്റർ Q ആണ് നിങ്ങൾ റിലീസ് ചെയ്തത്. Q1 എന്ന് പറഞ്ഞാൽ Q, Q2 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ q ഡിവൈഡഡ് ബൈ r². r² എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടി? a² പ്ലസ് x²
നോക്കിക്കേ. പിന്നെ കോസ് തീറ്റയെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കോസ് തീറ്റ ഇവിടെ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? അഡ്ജസെൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. അഡ്ജസെൻറ്റ് എത്രയാണ്? എക്സ് ആണ്. ഹൈപ്പോട്ടനിയസ് എത്രയാണ്? റൂട്ട് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. കണ്ടോ, എല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്ര കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു 2k QQ x ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ പവർ 3/2 ഇല്ലേ? ഇവിടെ നോക്കിയേ, ഇത് എങ്ങോട്ടാണ്? ഇത് മൈനസ് എക്സ് ഡയറക്ഷനിലാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ടാ. എക്സ് പ്ലസ് എക്സ് ഡയറക്ഷനിലാണ്. കണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അങ്ങോട്ടാണ്, ഫോഴ്സ് അതിന് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു മൈനസ് സൈൻ വിട്ടോ. ലെറ്റ് us put a minus sign to show that it is opposite to x. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് ആണല്ലോ. ലുക്ക് ഹിയർ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, താഴെ ഒരു എക്സ് സ്ക്വയറും ഉണ്ട്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് ആയിരുന്നു എങ്കിൽ ഇത് SHM ചെയ്തേനെ. കാരണം SHMന്റെ ഇക്വേഷൻ എന്താ? SHM ഫോഴ്സ് മസ്റ്റ് ബി ഡയറക്ട്ലി, ഇതാണ് SHM. എഫ് ഈസിക്കൽ ടു മൈനസ് കെ എക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഫോഴ്സ് മസ്റ്റ് ബി ഓപ്പോസിറ്റ് ടു എക്സ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ്. ഇനി ഇത് ചെറിയ എക്സ് ആയിരുന്നുവെങ്കിൽ, ഇവിടെ 2a എന്നാ പറഞ്ഞത്, അത് ചെറുതല്ല. കമ്പയർ ടു എ, 2a ഈസ് നോട്ട് അറ്റ് ഓൾ സ്മോൾ. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യില്ല? ഇത് SHM ചെയ്യില്ല. ഇറ്റ് വോണ്ട് ഡു SHM. വാട്ട് ഡസ് ഇറ്റ് ഡു ദെൻ? ഇതിങ്ങനെ വന്നിട്ട് സെൻറ്ററിൽ വന്ന് നിൽക്കുമോ? ഇല്ല. ഇത് 2a മൈനസ് 2a ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി സം അതർ കോംപ്ലിക്കേറ്റഡ് ഓസിലേഷൻ. Therefore, എന്തുകൊണ്ട് ഇത് SHM അല്ല? എക്സ് ഈസ് ദിസ് വൺ. എക്സ് ഈസ് ഗ്രേറ്റർ, മച്ച് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട്. എപ്പോഴാണ് ഇത് ചെയ്യുക? SHM ചെയ്യുന്നത് എപ്പോഴായിരുന്നു? എക്സ് മച്ച് ലെസ് ദാൻ എ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ടേം കളയാമായിരുന്നു, ഈ താഴത്തെ എക്സ് സ്ക്വയറിനെ കളയാമായിരുന്നു. എന്നിട്ട് നമുക്ക് പറയാമായിരുന്നു ദിസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എക്സ് ആൻഡ് ഓപ്പോസിറ്റ് ടു എക്സ്, ദെർഫോർ ഇറ്റ് ഡസ് SHM എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ SHM ചെയ്യില്ല. സോ വാട്ട് ഷുഡ് യു ഡു? റീസൺ ഐ ടോൾഡ് യു ദ റീസൺ. എന്താണ്? എക്സ് ഈസ് നോട്ട് കമ്പയറബിൾ ടു എ. സോറി, എക്സ് ഈസ് കമ്പയറബിൾ ടു എ. കമ്പയറബിൾ, therefore it doesn't do SHM. This class is essentially for students who are studying in Kerala, whose mother tongue is Malayalam. Therefore, most of the things will be spoken only in Malayalam. Okay? English will not be spoken much. Someone asked me to speak in English, that's why. Now, is it okay for you? Answer for you. Tell me the answer. Execute SHM about origin? No. Move it to the origin and remain stress. ഇത് ഒറിജിനൽ വന്നിട്ട് നിൽക്കുമോ? ഇല്ല. കാരണം ഇവിടെ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് കൈനറ്റിക് ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ഓവർഷൂട്ട്. Move to infinity? No. It will go to the same distance to the other side. Then it will do this one. Okay. Executive oscillatory but not SHM. എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററി മോഷൻ ചെയ്യും, SHM ചെയ്യില്ല. ഇറ്റ് വോണ്ട് ഡു SHM. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Now, let us go for another one. Simple question. Very simple question. എന്താണത്? A metallic solid sphere is placed in uniform electric field. Uniform electric field ഒരു metallic solid sphere വെച്ചു. Lines of force follow the path. മെറ്റലാണ്. മെറ്റലിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി 0. ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യാൻ പാടില്ല. 1 തെറ്റാണ്, 2 തെറ്റാണ്. ഏതാണ് കറക്റ്റ്? ഇത് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? 4 ആണ് കറക്റ്റ്. 3 എന്തുകൊണ്ട് തെറ്റി? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഷുഡ് ടെർമിനേറ്റ് ഓർ എമേർജ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഇത് പെർപെൻഡിക്കുലർ അല്ല റേഡിയൽ ആയിട്ട്. ഇത് കറക്റ്റാ. ദിസ് ഈസ് കറക്റ്റ്. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ സിമ്പിൾ ഇറ്റ് ഈസ്. എല്ലാം ഡിഫിക്കൽട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരെണ്ണം ഈസി ആയിട്ട് എടുത്തത്. ഇനി നോക്കിയേ, ദിസ് ഈസ് റിയലി എ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. നോക്കൂ കുട്ടികളെ, 10th ക്വസ്റ്റ്യൻ. ചാർജ് Q, 2Q, 4Q യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 3 ഡൈഇലക്ട്രിക് സോളിഡ് സ്പിയേഴ്സ്. ഡൈഇലക്ട്രിക്, നോൺ കണ്ടക്ടിങ് സോളിഡ് സ്പിയർ. ഡൈഇലക്ട്രിക് സോളിഡ് സ്പിയർ മീൻസ് നോൺ കണ്ടക്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ചാർജ് ഫില്ല് ചെയ്തേക്കുക യൂണിഫോംലി. സർഫസിൽ മാത്രമല്ല ഉള്ളത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓൺ ദ സർഫസ്. ഇത് മെറ്റാലിക് സ്പിയർ ആണെങ്കിൽ നിങ്ങൾ കൊടുത്ത ചാർജ് എല്ലാം സർഫസിലായിരിക്കും.
ഉള്ളിലെ ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും ഉള്ളിലെ ഫീൽഡ്. പക്ഷെ ഇത് യൂണിഫോം വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. വോളിയം ഉള്ളിലും ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഉള്ളിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ ലീനിയർലി ഇൻക്രീസ് ചെയ്യും, പുറമെ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇനി സോളിഡ് സ്പിയർ 1, 2, 3 ഓഫ് റേഡി r/2. ഇതിന്റെ റേഡി r/2 ആണ് കുട്ടികളെ. ഇതിന്റെ റേഡി r ആണ്, ഇതിന്റെ 2r ആണ്. ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് r ഡിസ്റ്റൻസിലേക്ക് പോവുക. കണ്ടോ, ഈ 3 പോയിന്റും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഒരെണ്ണം എവിടെയാ? ഈ സർഫസിന്റെ പുറത്ത്, ഒരെണ്ണം സർഫസിൽ, ഒരെണ്ണം സർഫസിന്റെ ഉള്ളിൽ. കണ്ടോ, r ഡിസ്റ്റൻസ് P at a distance r from the center of sphere 1, 2, 3. E1, E2, E3 respectively are the electric field. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1 ആണെന്ന് വിചാരിക്കുക. ലുക്ക് അറ്റ് ദിസ്. ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1 ആണെന്ന് വിചാരിക്കുക കുട്ടികളെ. ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് E1. Can you write equation for that? That is so simple. Anyone can write. E1 is equal to KQ. K അതിൻ്റെ പുറത്തെ ചാർജ് എത്രയാ? Q അല്ലേ? നോക്കിയേ, ഫസ്റ്റ് വണ്ണിൻ്റെ ചാർജ് Q ആ. Q divided by distance in the square, r square. ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ദിസ് സ്പിയർ വിൽ ആക്ട് ആസ് എ പോയിന്റ് ചാർജ്. ഫോർ എനി പോയിന്റ് ഔട്ട്സൈഡ് ദ സ്പിയർ, ദ എൻറ്റയർ ചാർജ്ഡ് സ്പിയർ ആക്ട് ആസ് എ പോയിന്റ് ചാർജ്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് r, therefore r square. ഇനിയും ഇതിൻ്റെ സർഫസിലും അതുപോലെ തന്നെയാണ് അല്ലേ. രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? E2. ഹൗ മച്ച് ഈസ് E2? K Q എന്ന് പറയരുത്, 2Q. അതിലെ ചാർജ് 2Q ആണ്. 2Q divided by r square. K 2Q by r square. സർഫസിലും അങ്ങനെ. ഇവിടെയാണ് ചലഞ്ചിങ്. കാരണം എന്താ ചലഞ്ചിങ് ആകുന്നത്? എന്തുകൊണ്ടാ? ഇതിൻ്റെ ഉള്ളിലാണ് ഈ പോയിന്റ് ഉള്ളത്. ഉള്ളിലെ പോയിന്റിലാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡു യു നോ ദിസ്? ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ പോയിന്റ് ഇൻസൈഡ് ഈസ് K Q എന്നുള്ളത് 4Q എന്ന് എഴുതണം. 4Q ഡിവൈഡഡ് ബൈ r ക്യൂബ്, റേഡിയസിന്റെ ക്യൂബ്. r എന്ന് പറഞ്ഞാൽ എത്രയാ? 2r ക്യൂബ് ഇൻറ്റു r. ഡു യു റിമെമ്പർ ദിസ്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർജ്ഡ് സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ലുക്ക്, ഈക്വേഷൻ അറിയില്ലാത്ത കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കുക. സപ്പോസ് യു ഹാവ് എ ചാർജ്ഡ് സ്പിയർ, നോൺ മെറ്റാലിക് സ്പിയർ ആണേ, ഉള്ളിലും ചാർജ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ r ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? K എന്ന് പറഞ്ഞാൽ 1/4πε0. K ടോട്ടൽ ചാർജ്, നിങ്ങൾ കൊടുത്ത ടോട്ടൽ ചാർജ് Q, അതിലെ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ റേഡിയസിൻ്റെ ക്യൂബ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ടവല് ഇടാ, എൻ്റെ ടവൽ അവിടെ ഇരിപ്പുണ്ട്. ടവൽ ഞാൻ ഇരിക്കുന്നത് മതി. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും ഇതിൻ്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ, ദിസ് ഈസ് E3 ചിൽഡ്രൻ, ദിസ് ഈസ് വാട്ട്? E3. ഇതിൻ്റെ റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും നോക്കിയേ? E1 ഈസ് ടു E2 ഈസ് ടു E3 എടുത്താൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? KQ by r square പോകും. KQ by r square. KQ by r square. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 4 1/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 1:2:1/2 എന്ന് കിട്ടി. റേഷ്യോ നോക്കൂ. ലുക്ക് അറ്റ് ദ റേഷ്യോ. 1:2:1/2. Okay. So what? അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അസെൻഡിങ് ഓർഡറിൽ, ഏറ്റവും വലിയ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഏറ്റവും വലിയ ഫീൽഡ് ഏതാ? E2 ഗ്രേറ്റർ ദാൻ E1 ഗ്രേറ്റർ ദാൻ E3. ഏറ്റവും ചെറിയ ഫീൽഡ് ഈ പോയിന്റിലായിരിക്കും. ഏറ്റവും വലിയ ഫീൽഡ് ഈ പോയിന്റിലായിരിക്കും. ഏറ്റവും വലുത് ഇവിടെ, പിന്നെ വലുത് ഇവിടെ, പിന്നെ ഏറ്റവും ചെറുത് ഇവിടെ. കുറച്ചുകൂടെ കൂട്ടിയിടണം തണുക്കുന്നു, തണല ചൂടാണ്. നൗ അങ്ങനെ ഉണ്ടോ നോക്കി. ലുക്ക് അറ്റ് ഇറ്റ്.
E2 greater than E1 greater than E3. നോക്കൂ, ഇവിടെ R/2 ആണ് റേഡിയസ് എങ്കിലും ഈ പോയിന്റ് ഉള്ളത് ഇതിന്റെ പുറത്താണ്, ആ ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ടാണ് ഇവിടെ R² എഴുതിയത്. R/2² എന്നൊന്നും എഴുതിയേക്കരുത്. R/2 അല്ല ഇവിടെ എഴുതേണ്ടത്. ബിക്കോസ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ്. ഹൗ ഫാർ അവേ? ആ ഡിസ്റ്റൻസ് അവേ. ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ദിസ്. അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഇവിടെ നോക്കിയേ, ദിസ് ഈസ് ഫെയർലി സിമ്പിൾ ഐ തിങ്ക്. കൺസിഡർ എ സർട്ടൻ തിൻ spherical shell of radius r with its center at the origin carrying a uniform positive surface charge density. The variation of magnitude of electric field എങ്ങനെ വേരി ചെയ്യുന്നു, അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്തിനെ കുറിച്ചാണ്? ഷെല്ലാണിത്. ദിസ് എ ഷെൽ. ദർ ഇസ് നത്തിങ് ഇൻസൈഡ്. ഇറ്റ്സ് എ ഷെൽ. therefore you know electric field inside the shell is 0 ഇല്ലേ? പൊട്ടൻഷ്യലോ നമ്മൾ കൊടുക്കുന്ന ചാർജ് എല്ലാം അതിൻ്റെ സർഫസിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്? E = -dV/dr നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ dV/dr 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ V കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗ്രാഫ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഉള്ളിൽ 0 ആണ്. ഫോർ സം ടൈം ഇറ്റ് ഈസ് 0. ദെൻ വാട്ട് ഹാപ്പൻ? ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ. ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ ചില ബുക്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യും. ഇതുണ്ടോ? ദാറ്റ് ലൈൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഗ്രാഫ്. ഇതാണ് ആക്ച്വൽ ഗ്രാഫ്. പക്ഷേ മിക്ക ബുക്കിലും ഇങ്ങനെ ഇത് ജോയിൻ ചെയ്തായിട്ട് കാണിക്കും. പക്ഷേ ഐ ടെൽ യു, ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ഗ്രാഫ്. ഇങ്ങനെ വരയ്ക്കാൻ പാടില്ലാത്തതാണ്. ഓൺലി ഈ ലൈനും മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് വരയ്ക്കാം, അതിൽ തെറ്റില്ല. ഇനി പൊട്ടൻഷ്യലോ? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. എവിടം വരെ? പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ടിൽ R. then what? like this. ഇവിടെ നിങ്ങൾക്ക് എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ഇൻസൈഡ്. ലെറ്റ് us write ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ഇൻസൈഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു R². 0 ഇൻസൈഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു R². ഇവിടെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ഇൻസൈഡ്. പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു R. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. അങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടോ എന്ന് നോക്കുക. യെസ്, ഹിയർ ഈസ് എ ഗ്രാഫ് ഓഫ് ദാറ്റ് സോർട്ട്. രണ്ട് ഗ്രാഫും ഒരേ സ്ഥലത്ത് നമ്മൾ വരച്ചു, അത്രേ ഉള്ളൂ. കണ്ടുപേടിക്കേണ്ട. ഇത് ഇൻഡിവിജ്വലി നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് ഗ്രാഫ് ഇൻഡിവിജ്വലി നിങ്ങൾ വരച്ചു പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ രണ്ട് ഗ്രാഫ് ഒന്നിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്ച്വലുമാണ്. നോക്കൂ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0I. ഫസ്റ്റ് ഓഫ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്. കോൺസ്റ്റന്റ് ആണ്. E0 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, I അതിൻ്റെ ഡയറക്ഷൻ. വേർ E0 ഈസ് എ കോൺസ്റ്റന്റ്. ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് റീജിയൻ. നോക്കി വിട്ടില്ല, ഇതിൽ കൂടെയുള്ള ഫ്ലക്സ്. ഇത് ക്ലോസ് സർഫസ് ഒന്നും അല്ല, ഇറ്റ്സ് ആൻ ഓപ്പൺ സർഫസ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദിസ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ്? ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇതിൽ കൂടെയുള്ള ഫ്ലക്സ് എത്ര? ഇലക്ട്രിക് ഫീൽഡ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഫ്ലക്സ് എങ്ങനെയാണ് എഴുതുക? വേരിയബിൾ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, യു നോ ദാറ്റ്. ഡു യു റിമെമ്പർ? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E.ds. E.dsന്റെ ഇൻ്റഗ്രൽ എടുക്കും ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡ് വേരിയബിൾ ആണെങ്കിൽ വിത്ത് പ്രോപ്പർ ലിമിറ്റ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തിടാൻ dsനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? E.s എന്ന് പറയാം. E.s. എന്താ ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തിട്ടു, dsനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇഷ്യൂ അല്ല. പിന്നെ എന്താ? സർഫസ് ഏരിയ, ഏരിയ വെക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ ഏരിയ വെക്ടർ കണ്ടുപിടിക്കുക? കുട്ടികളെ, നിങ്ങളുടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, വെക്ടർ എയും വെക്ടർ ബിയും. വാട്ട് ഡസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഗിവ് യു? A cross B gives you area vector. അപ്പോൾ ഈ വെക്ടറും
ഈ വെക്ടറിൻ്റെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഏരിയ ആസാൻ ഏരിയ വെക്ടർ നിങ്ങൾക്ക് കിട്ടും. ഈ വെക്ടർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡു യു നോ വിച്ച് വെക്ടർ ഇറ്റ് ഈസ്? ഈ വെക്ടർ അറിയാമോ? ഡു യു നോ ദിസ് വെക്ടർ? ദാറ്റ് ഈസ് എ ജെ ആണ് ആ വെക്ടർ. കോർഡിനേറ്റ് അറിയാമെങ്കിൽ വെക്ടർ എഴുതാൻ അറിയില്ലേ? 0i AJ 0k. അതുപോലെ ഡു യു നോ ദിസ് വെക്ടർ, ദ അതർ വെക്ടർ, ദിസ് വൺ? അതിൻ്റെ കോർഡിനേറ്റ് അറിയാമോ? കോർഡിനേറ്റ് അറിയാമെങ്കിൽ ആ വെക്ടർ എഴുതാൻ പറ്റും. വാട്ട് ഈസ് ദാറ്റ് വെക്ടർ? AI പ്ലസ് 0j പ്ലസ് AK. രണ്ട് വെക്ടറും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഏരിയ ഞാൻ സെപ്പറേറ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ പോവാ. ഏരിയ എസ്. വാട്ട് ഈസ് ഏരിയ എസ്? I have to take the cross product AJ cross AI plus AK. അവിടെ എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. Let me write here. I am going to find area vector. What is that? AJ cross AI plus AK. Cross product of these two vectors. What is that? A square minus A square K plus A square I. J cross I minus K ആണ്. അതുപോലെ തന്നെ J cross K I ആണ്. അപ്പോൾ എനിക്ക് എസ് കിട്ടി. ദാറ്റ് എസ് ഐ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. കാരണം ഈ എൻ്റെ കയ്യിലുണ്ട് ഈ ഇത്. അപ്പോൾ ലെറ്റ് മീ റൈറ്റ് അഗെയിൻ. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? E0I ഡോട്ടഡ് വിത്ത് മൈനസ് എ സ്ക്വയർ. അത് അല്ലെങ്കിൽ നമുക്ക് ഐ ഉള്ള ടൈം ആദ്യമേ എഴുതാം. AI മൈനസ് എ സ്ക്വയർ കെ. AI അല്ല എ സ്ക്വയർ ഐ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. എന്താ? എ സ്ക്വയർ ഐ മൈനസ് എ സ്ക്വയർ കെ. നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം. ഐ കമ്പോണൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയല്ലേ വേണ്ടൂ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനല്ലേ ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു E0. അതുപോലെ എഴുതി എ സ്ക്വയർ. E0 എ സ്ക്വയർ. ഈസ് ഇറ്റ് ദെയർ? E0 എ സ്ക്വയർ. E0 എ സ്ക്വയർ. ഹിയർ ഇറ്റ് ഈസ്. E0 എ സ്ക്വയർ. Only the thing is, you must be able to find area vector. You must be able to find area vector if you have two vectors. ഈ പാരലോഗ്രത്തിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾക്ക് അറിയാം കുട്ടികളെ. രണ്ട് സൈഡ് ആസ് എ വെക്ടർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. യു ടേക്ക് ദ ക്രോസ് പ്രോഡക്റ്റ്, യു വിൽ ഗെറ്റ് ഏരിയ. ദെൻ ഡോട്ട് ഇറ്റ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ്, യു വിൽ ഗെറ്റ് ഫ്ലക്സ്. ദിസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദിസ് ഈസ് റിയലി റിമാർക്കബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഹൈലി കൺസെപ്ച്വൽ. ആരും ഒഴിവാക്കിയിട്ട് പോകരുത്, അവസാനം വരെ ഇത് കാണുക. 3 concentric metallic spheres, spherical shells of radius r, 2r, 3r are given. Charge Q1, Q2, Q3 respectively. ഓരോന്നിനും ചാർജ് കൊടുത്തു Q1, Q2, Q3. ഇനി എന്താ? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഷെൽ ആർ ഈക്വൽ. ഔട്ടർ സർഫസിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആണ്. ദെൻ ദ റേഷ്യോ ഓഫ് ചാർജസ് ഗിവൺ ടു ദ ഷെൽ Q1 is to Q2 is to Q3 എത്രയാണെന്നാണ് ചോദ്യം. നോക്കിയേ, നമ്മൾ കൊടുത്ത ചാർജ്, ഒരു മെറ്റലിന് നമ്മൾ കൊടുക്കുന്ന ചാർജ് എപ്പോഴും അതിൻ്റെ സർഫസിലായിരിക്കും റീസൈഡ് ചെയ്യുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇൻഡ്യൂസ്ഡ് ചാർജ് സർഫസിലോ ഇന്നർ സർഫസിലോ റീസൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ ഷെൽ, ലുക്ക് ഹിയർ ഓൾ ഓഫ് യു. നിങ്ങളുടെ ഒരു ഷെല്ലുണ്ടെങ്കിൽ, ഇതൊരു ഷെല്ലാണെന്ന് വിചാരിക്കുക, ഇതൊരു ഷെല്ല്. നിങ്ങൾ Q ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചാർജ് ഗിവൺ ടു ഇറ്റ് വിൽ ഓൾവേസ് റിസൈഡ് ഓൺ ദ ഔട്ടർ സർഫസ്. ഇതിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഔട്ടറിലും ഇന്നറിലുമായിട്ട് ഷെയർ ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൊടുത്ത ചാർജ് ഗിവൺ ടു ദ ഷെൽ ഓർ എ കണ്ടക്ടർ, ഇറ്റ് ഓൾവേസ് റീസൈഡ്സ് ഓൺ ഇറ്റ്സ് ഔട്ടർ സർഫസ്. ഇതെല്ലാം നമ്മൾ കൊടുത്ത ചാർജാണ്, ഇൻഡ്യൂസ്ഡ് ചാർജ് അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ റേഡിയസ് ആദ്യമേ എഴുതാൻ നമുക്ക് R, 2R, 3R. നമ്മൾ കൊടുത്ത ചാർജ് Q1, Q2, Q3 ആർ ഓൺ ഇറ്റ്സ് ഔട്ടർ സർഫസ്. ഞാൻ കുറച്ചുകൂടെ അടുത്ത പേജിലേക്ക് പോവുകയാണ്, അപ്പം നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. വാട്ട് ഡിഡ് ഐ ടെൽ യു? R, 2R, 3R ആർ ദ റേഡിയസ്. നമ്മൾ കൊടുത്ത ചാർജ് ഏതൊക്കെയാണ്? Q1, Q2, Q3. Q1 ആർക്കാണ് കൊടുത്തത്? ആദ്യത്തേന്. അതെവിടെയാ റീസൈഡ് ചെയ്യുക? അതിൻ്റെ സർഫസിൽ. Q2ഓ രണ്ടാമത്തേന് കൊടുത്തു, രണ്ടാമത്തേൻ്റെ സർഫസ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. Q3 മൂന്നാമത്തേന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴാണ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകുക? ഒരു മെറ്റൽ, ഇതൊരു മെറ്റലാണെന്ന് വിചാരിക്കുക. ഇതൊരു മെറ്റലാണ്. ഇതിനെ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുക എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും.
സച്ച് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും സച്ച് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈ സീറോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ഇതിൻ്റെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവണമെങ്കിൽ ദ മെറ്റൽ ഷുഡ് ബി ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ആദ്യത്തെ നോക്കിയേ, ഫസ്റ്റ് വൺ ഇതുണ്ടോ, ഈ ഔട്ടർ വൺ നമ്മൾ കൊടുത്ത ചാർജ് എല്ലാം അതിന്റെ സർഫസിലല്ലേ. അപ്പോൾ അത് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. നമ്മൾ കൊടുത്ത ചാർജ് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. ഇതുണ്ടാക്കുന്നോ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സീറോ ആണ്. ഫസ്റ്റ് വണ്ണും ഉള്ളിൽ ഉണ്ടാക്കുന്ന സീറോ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടക്ടർ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇരിക്കുന്നത്. ആരുടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ നോക്കൂ, അതിൽ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഫസ്റ്റ് വൺ ഈസ് നോട്ട് സിറ്റിംഗ് ഇൻ എനി വൺസ് ഇലക്ട്രിക് ഫീൽഡ്. കാരണം സെക്കൻഡ് വൺ ഡസൻറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്, തേർഡ് വൺ ഓൾസോ ഡസൻറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്. Therefore, first one is sitting in a field-free region. Therefore, there is no electric field. അപ്പം ഇത് ഉണ്ടല്ലോ, ഇതിലെ ചാർജ് Q1 ആയിരിക്കും, നോ ഇൻഡ്യൂസ് ചാർജ്. ബട്ട് റിമെമ്പർ ഹിയർ, ലിസൺ ഹിയർ, ഈ ഫസ്റ്റ് വൺ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് സെക്കൻഡ് വൺ ഇരിക്കുന്നത്. നോക്കി, ഫസ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നമ്മൾ കൊടുത്ത ചാർജ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് സെക്കൻഡ് വൺ ഇരിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് വൺ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിലെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സീറോ ആയിരിക്കും. കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഷെല്ലുണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു ഷെല്ലുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഷെല്ലിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും കുട്ടികളെ. ഷെല്ലിൻ്റെ ഉള്ളിലെ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലില്ലേ, കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രമാത്രം ഇൻഡ്യൂസ് ചാർജ് ഉണ്ടായി എന്നറിയാൻ വേണ്ടി നിങ്ങളിവിടെ ഗോഷ്യൻ സർഫസ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഇതിൻ്റെ ബോഡി കൂടെ, അതിൻ്റെ ബോഡിയിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡും സീറോ ആയിരിക്കും. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? Q1 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സർഫസിൽ എത്രയായിരിക്കും? -Q1 ആയിരിക്കും ഉണ്ടാകുക. ദാറ്റ് മീൻസ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇതിൻ്റെ ഉള്ളിൽ, രണ്ടാമത്തേതിൻ്റെ ഉള്ളിൽ -Q1 ഉണ്ടാവണം, എന്നാലേ നെറ്റ് ചാർജ് സീറോ ആവുള്ളൂ. ഇതുകൊണ്ടോ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിലെ ചാർജ് സീറോ ആകുകയുള്ളൂ. അപ്പം സെക്കൻഡ് വണ്ണിലെ ഇൻഡ്യൂസ് ചാർജ് എത്രയാ? -Q1 ഉണ്ടെങ്കിൽ ഔട്ടർ സർഫസിൽ +Q1 ഉണ്ടാവും. ഇതാ +Q1. ഞാൻ അവിടെയല്ല എഴുതുന്നത്, ഇവിടെ എഴുതാം കേട്ടോ. ഇവിടെ എന്താ ഉണ്ടായത്? -Q1 ഉണ്ടായി. -Q1 ഉള്ളിലുണ്ടായി, +Q1 ഔട്ടറിലുണ്ടായി. ആരുടെ ഔട്ടറിൽ? സെക്കൻഡ് വണ്ണിൻ്റെ ഔട്ടറിൽ. ഇനി തേർഡ് വൺ നിങ്ങൾ എടുക്കൂ. തേർഡ് വൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ, തേർഡ് വണ്ണിലെ ബോഡിയിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എൻക്ലോസ് ചാർജ് സീറോ ആയിരിക്കണം. ഉള്ളിലെ എൻക്ലോസ് ചാർജ് എത്രയാണ് കുട്ടികളെ? Q1 -Q1, പിന്നെ എത്രയാണുള്ളത്? Q1 + Q2 അല്ലേ? ഒന്നോട്ട് നോക്കിയേ, Q1 + Q2. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇൻഡ്യൂസ് ചാർജ് എത്രയായിരിക്കും എന്ന് അറിയാവോ? ഇതിൻ്റെ ഉള്ളിലെ ഇൻഡ്യൂസ് ചാർജ് Q1 + Q2 ആയിരിക്കും. -Q1 + Q2 കേട്ടോ, മൈനസ് ചാർജ് ആയിരിക്കും ഉള്ളിലുണ്ടാകുക. അപ്പോൾ പുറത്തെ എത്രയായിരിക്കും? Q1 + Q2 +Q1 + Q2. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ലിസൺ ഹിയർ. മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ഏറ്റവും ഉള്ളിലെ ഷെല്ല് ആരുടെയും ഫീൽഡല്ല, അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് അതിൽ ഇൻഡ്യൂസ് ചാർജ് ഇല്ല. അതിലെ ചാർജ് ഏത് മാത്രമാണ്? Q1 മാത്രമാണ്. നമ്മൾ കൊടുത്തത് Q1. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കൊടുത്ത Q2. തേർഡ് വണ്ണിൽ നമ്മൾ കൊടുത്ത Q3. പക്ഷേ സെക്കൻഡ് വണ്ണിൽ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവും. എത്രയാ? ഉള്ളിൽ -Q1, പുറത്ത് +Q1. അപ്പോൾ ഉള്ളിലെ രണ്ടാമത്തേത് നോക്കൂ, ഉള്ളിൽ -Q1, പുറത്ത് +Q1. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കൂ, തേർഡ് വണ്ണിൽ ഇതിൽ ഇൻഡ്യൂസ് ചാർജ് എങ്ങനെയായിരിക്കും? എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ബോഡിയിലെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കണം. അപ്പം ഇതിലെ നെറ്റ് എൻക്ലോസ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിട്ട് നെറ്റ് എൻക്ലോസ് ചാർജും സീറോ ആണ്. അപ്പം ഇതൂടെ സീറോ ആയി. പിന്നെ ബാക്കിയുള്ളത് എത്രയാ? Q1 + Q2 ഉണ്ട്. എന്തിനോട് Q1 + Q2 ആഡ് ചെയ്താലാണ് സീറോ കിട്ടുക? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ -Q1 -Q2 അല്ലെങ്കിൽ
ഉള്ളിലെ ഫീൽഡ് ഉള്ളിലെ ചാർജാണ് ഞാൻ പറയുന്നത് കേട്ടോ. Q2 this one Q2 തേർഡ് വണ്ണിൻ്റെ ഉള്ളിൽ മൈനസ് ഓഫ് Q1 പ്ലസ് Q2 മൈനസ് ഓഫ് Q1 പ്ലസ് Q2 ഉള്ളിൽ. പുറത്ത് എത്രയാ? Q1 പ്ലസ് Q2 എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ സർഫസ് മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ഓൺലി ഔട്ടർ സർഫസ്, ഫസ്റ്റ് വണ്ണിൻ്റെ ഔട്ടറിൽ Q1 ചാർജ് ആയിരിക്കും ഉണ്ടാകുക, സെക്കൻഡ് വണ്ണിൻ്റെ ഔട്ടറിൽ Q1 പ്ലസ് Q2 ആയിരിക്കും ഉണ്ടാകുക, Q1 പ്ലസ് Q2 ആയിരിക്കും ഉണ്ടാകുക. സെക്കൻഡ് വണ്ണിൻ്റെ ഔട്ടറിൽ Q1 പ്ലസ് Q2 ഉണ്ടാവും. തേർഡ് വണ്ണിൻ്റെ ഔട്ടറിൽ Q1 പ്ലസ് Q2 പ്ലസ് Q3 ഉണ്ടാവും. Q1 പ്ലസ് Q2 പ്ലസ് Q3 നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തത്? Q1ഉം Q2ഉം Q3 പ്ലസ് Q1 പ്ലസ് Q2 പ്ലസ് Q3 നമ്മൾ കൊടുത്തു. ഫസ്റ്റ് വണ്ണിൽ നോ ഇൻഡ്യൂസ് ചാർജ്. സെക്കൻഡ് വണ്ണിലെ ഇൻഡ്യൂസ് ചാർജ് എത്രയാ? ഉള്ളിൽ മൈനസ് Q1 പുറത്ത് പ്ലസ് Q1. തേർഡ് വണ്ണിലെ ഇൻഡ്യൂസ്ഡ് ചാർജ് എത്രയാ? ഉള്ളിൽ മൈനസ് Q1 മൈനസ് Q2 രണ്ടും മൈനസ്, പുറത്ത് Q1 പ്ലസ് Q2. അപ്പോൾ ഓരോന്നിൻ്റെ ഔട്ടർ സർഫസ് മാത്രം നോക്കിയാൽ ഫസ്റ്റ് വണ്ണിൻ്റെ ഔട്ടർ സർഫസിൽ Q1 ചാർജ് Q1, സെക്കൻഡ് വണ്ണിൻ്റെ ഔട്ടർ സർഫസിൽ Q1 പ്ലസ് Q2, തേർഡ് വണ്ണിൻ്റെ ഔട്ടർ സർഫസിൽ Q1 പ്ലസ് Q2 പ്ലസ് Q3. നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കൂ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഷെൽ ആർ ഈക്വൽ. എവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്ന് പറഞ്ഞേ? ഔട്ടറിലെ, പുറത്തെ ഈക്വൽ എന്ന് പറഞ്ഞാൽ σ1 ഔട്ട്സൈഡ്, σ1 ഈക്വൽ ടു σ2 ഈക്വൽ ടു σ3. ദിസ് ഈസ് ഗിവൺ. എവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇന്നറിലെ അല്ല, ഔട്ടറിലെ. അപ്പോൾ ആദ്യത്തെ ഔട്ടറിലെ ചാർജ് ഡിവൈഡ് ബൈ ഏരിയ, Q1 ഡിവൈഡ് ബൈ ഏരിയ എത്രയാ? 4πr². ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് രണ്ടാമത്തേൻ്റെ ഈക്വലാ. രണ്ടാമത്തേലെ ചാർജ് എത്രയാ? Q1 പ്ലസ് Q2. ഞാൻ പറഞ്ഞില്ലേ ഔട്ടറിൽ Q1 പ്ലസ് Q2 വരുമെന്ന് പറഞ്ഞില്ലേ? Q1 പ്ലസ് Q2 ഔട്ടർ 4πr² എന്നുള്ളത് 2r² ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ഔട്ടർ സർഫസിൽ എത്രയുള്ളത്? Q1 പ്ലസ് Q2 പ്ലസ് Q3 ഡിവൈഡഡ് ബൈ 4πr² എന്നുള്ളത് 3r². നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന എല്ലാം വെട്ടിക്കളയാം. ഹിയർ വാട്ട്? Q1 ബൈ 1 ഈക്വൽ ടു അവിടെ എത്രയാ? Q1 പ്ലസ് Q2 ബൈ 2 ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 ബൈ 9. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമ്മൾ Q1 ഈസ് ടു Q2 ഈസ് ടു Q3 കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഈ റിലേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. സി എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് വൺ ലൈക്ക് ദിസ് ഓൾസോ. എ മൈനസ് സി ബൈ ബി മൈനസ് ഡി എന്ന് എഴുതാം. ഓക്കെ, ദിസ് എ മാത്തമെറ്റിക്കൽ റിസൾട്ട്. എ ബൈ ബി സി ബൈ ഡിക്ക് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ മൈനസ് സി ഡിവൈഡഡ് ബൈ ബി മൈനസ് ഡി, ബി മൈനസ് ഡി, ബി മൈനസ് ഡി, ബി മൈനസ് ഡി. അവിടെ ഇതേ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനെ എനിക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഇതിൻ്റെ ഫസ്റ്റ് ടേം മാത്രം ഞാൻ എടുക്കുന്നു, ഫസ്റ്റ് ടേം മാത്രം. ഈ സാധനത്തിനെ Q1 ബൈ 1 എനിക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഇതിൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡിഫറൻസ്. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് കുട്ടികളെ? ടോപ്പിൽ Q2, ഇത് 4 ആണേ, ബൈ 3. അതിനെനിക്ക് വീണ്ടും എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കൂ, ടോപ്പിൻ്റെ ഡിഫറൻസ് എടുക്കൂ, അതെത്രയാ? Q3. ബോട്ടത്തിൻ്റെ ഡിഫറൻസ് എടുക്കൂ, ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ്, അതെത്രയാണ്? 5. അങ്ങനെ വരുമ്പോൾ Q1 ഈസ് ടു Q2 ഈസ് ടു Q3 എന്ന് പറയുന്നത് 1:3 ഈസ് ടു 5 എന്ന് വരുന്നു. 1:3 ഈസ് ടു 5. 4 ആണ്, 2 സ്ക്വയർ 4. ഐ കറക്റ്റഡ് ഇറ്റ്. ഓക്കെ, ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡ്യൂസ്ഡ് ചാർജ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു ഷെല്ലിൻ്റെ ഉള്ളിലെ അതിൻ്റെ മെറ്റീരിയലിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലെ മൊത്തം ചാർജ് കൂടെ കൂട്ടി നോക്കിയാൽ 0 കിട്ടണം. അതാണ് ഇൻഡ്യൂസ്ഡ് ചാർജ് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം. ഓൺലി ദാറ്റ് ഗൗസസ് തിയറം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ എത്ര ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗൗഷ്യൻ സർഫസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ മൊത്തം ചാർജ് കൂട്ടി നോക്കിയാൽ 0 കിട്ടണം. അതിനനുസരിച്ച് അവിടെ ഇൻഡ്യൂസ് ചാർജ് ഉണ്ടാവും.
ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം നമുക്ക്. സി ദിസ് ഈസ് സോ സിമ്പിൾ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കുട്ടികളെ. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഫിനിഷ്. നോക്കൂ, 3 ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് ഷീറ്റ് ആർ പ്ലേസ്ഡ് പാരലൽ ടു XY പ്ലെയിൻ. ഇത് കണ്ടോ, XY പ്ലെയിൻ, പാരലൽ ടു XY പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ എക്സും വൈ ലൈക്ക് ദിസ്, പാരലൽ ടു XY പ്ലെയിൻ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P. ഈ പോയിന്റിലെ P ഇതൊരു ഷീറ്റാണ്, ചാർജ് ഷീറ്റാണ്. ഇത് ചാർജ് ഷീറ്റാണ്, ഇത് ചാർജ് ഷീറ്റാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ നെറ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഫീൽഡ് കിട്ടും. അതിന് നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? യു മസ്റ്റ് നോ, നിങ്ങളുടെ ഒരു ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ചാർജ്ഡ് ഷീറ്റ് ലൈക്ക് ദിസ്. യു മസ്റ്റ് നോ ദിസ്. ഓക്കെ, അതിലെ ചാർജ് ഡെൻസിറ്റി ഇത് പ്ലസ് ആണെന്ന് വിചാരിച്ചു. ഇൻഫിനിറ്റ് ഷീറ്റ്, ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ ഇഫ് യു ഗോ ടു എ ഡിസ്റ്റൻസ് R, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട് ആണെന്ന് നിങ്ങൾക്കറിയാം. സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട് ഗൗസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് പ്ലസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി റേഡിയലി എവേ. ഇത് മൈനസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർഡ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇത് നോക്കി, ഇത് എന്ത് ചാർജാണ്? പ്ലസ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടായിരിക്കും? റേഡിയലി എവേ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പോസിറ്റീവ് Z ഡയറക്ഷനാണ്. ഇത് നെഗറ്റീവ് Z ഡയറക്ഷനിലായിരിക്കും. ഇത് ഈ ഫീൽഡ് ഇതുണ്ടാക്കുന്നത്, ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഡിസ്റ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആകട്ടോ, ഈ ഡിസ്റ്റൻസ് മൈൻഡ് ചെയ്യണ്ട. ഈ R ഇൻഡിപെൻഡൻ്റ് ആണ് ഇക്വേഷൻ ഈസ് R ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഡസൻ മാറ്റർ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E ഡ്യൂ ടു സിഗ്മ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -2 സിഗ്മ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -സിഗ്മ. പറഞ്ഞ മനസ്സിലായോ? ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഷീറ്റ് കൊണ്ടുള്ളതൂടെ ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോന്നും ആഡ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. ഏതാ? -K ഡയറക്ഷനിൽ, ദിസ് ഡയറക്ഷൻ. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ഷീറ്റാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇത് ഇങ്ങോട്ടാണ്, -K ഡയറക്ഷനിൽ. വീണ്ടും സിഗ്മ എന്നുള്ളത് 2 സിഗ്മ എന്ന് എഴുതണം കേട്ടോ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതൂ. 2 സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. അതും എങ്ങോട്ടാണ്? 2 സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. അതും എങ്ങോട്ടാണ് കുട്ടികളെ? അതും -K ഡയറക്ഷനിലാണ്, ടുവേഴ്സ് ഇറ്റ്. കാരണം ഇത് നെഗറ്റീവ് ഷീറ്റാണ്. അപ്പം -K. എഗെയിൻ ഇത് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. വാട്ട് ഡയറക്ഷൻ? വാട്ട്സ് ദ ഡയറക്ഷൻ? ദാറ്റ് ഓൾസോ ഈസ് along -K. That is so simple. -K. Every field is -K direction. This one. 3 ഫീൽഡ് ഉണ്ട്, 3 -K ഡയറക്ഷൻ. നൗ ഇത് ഇവിടെ നമുക്ക് സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട് കോമൺ എടുക്കുകയാണെങ്കിൽ സിഗ്മ ഡിവൈഡഡ് ബൈ എത്ര ഇട്ട് കുട്ടികളെ? സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട് കോമൺ എടുത്തു. പിന്നെ ഇവിടെയുള്ളത് എന്താ? -K ഞാൻ കോമൺ എടുക്കാം. ഇവിടെയുള്ളത് 1, അവിടെയുള്ളത് 2, അവിടെയുള്ളത് 1. ഡയറക്ഷൻ -K. അപ്പം 4. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2 സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് along -K. 2 സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് along -K. B is the answer. B. ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് -സിഗ്മ എന്ന് എഴുതരുത്. ഇതാ ഹിയർ ഡയറക്ഷൻ നമ്മൾ സെപ്പറേറ്റ്, മാഗ്നിറ്റ്യൂഡ് എഴുതുന്നു, ഡയറക്ഷൻ സെപ്പറേറ്റ് എഴുതുന്നു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ നമ്മൾ സെപ്പറേറ്റ് എഴുതി. അതുകൊണ്ടാണ് ഞാനിവിടെ -സിഗ്മ കൊടുക്കാത്തത്. എനിക്ക് മാഗ്നിറ്റ്യൂഡ് എഴുതി, ഡയറക്ഷൻ ഞാൻ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ഇത് -സിഗ്മ അല്ല, ഇത് കണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ എഴുതൂ, മാഗ്നിറ്റ്യൂഡ് എഴുതൂ, ഡയറക്ഷൻ സെപ്പറേറ്റ് കൊടുക്കൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. കുട്ടികളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചു നോക്കൂ.
നോക്കൂ, 2 non-conducting spheres of radius R1, R2 and carrying uniform volume charge density plus sigma and minus sigma respectively are placed such that they partially overlap. See, ഇത് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ള വോളിയം ചാർജ് ഡെൻസിറ്റി ഉള്ള സ്പിയർ ആണ്. ഇത് നെഗറ്റീവ് വോളിയം ചാർജ് ഡെൻസിറ്റി ഉള്ള സ്പിയർ ആണ്. അവ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി 0 ആണ്. പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി തന്നെ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. ദെൻ ആൻഡ് പ്ലേസ്ഡ് സച്ച് ദാറ്റ് ദേ പാർഷ്യലി ഓവർലാപ്പ്. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓൺലി 16 ക്വസ്റ്റ്യൻ, 15 ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും വിട്ടിട്ട് പോരുത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമായിരിക്കും ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കൂ. അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ ഓവർലാപ്പിംഗ് റീജിയൻ, ഈ റീജിയനിലെ ഫീൽഡിനെ കുറിച്ചാണ് ചോദ്യം. ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ചോദ്യം. അതിന് നിങ്ങൾ എന്തറിയണമെന്ന് അറിയോ? ആദ്യമേ ഒരു ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ലുക്ക് ഹിയർ, ഒരു ചാർജ് സ്പിയറിൻ്റെ ചാർജ് ഡെൻസിറ്റി റോ ആണെങ്കിൽ അറ്റ് എ സ്മോളർ ഡിസ്റ്റൻസ് ആർ അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയണം. നിങ്ങൾ റോയുടെ ടൈമിൽ അറിയണം. ഓക്കെ, റേഡിയസ് ആർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ അറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ സ്പിയർ ഈസ് ഈക്വൽ ടു 1/4πε0. നിങ്ങൾ ചാർജ് ക്യൂ ആ കൊടുത്തതെന്ന് വിചാരിക്കുക. ക്യൂ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഇൻസൈഡ്. This is the equation inside a point. This is the equation of electric field inside the point. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് ഇതിൻ്റെ റോയുടെ ടൈമിലേക്ക് മാറ്റാം, കാരണം ക്യൂവിനെ റോയുടെ ടൈമിൽ ഞാൻ എഴുതാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു റൈറ്റ് ക്യൂ ആസ് എന്താ? റോ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം 4/3πr³. എന്നിട്ട് ഈ ക്യൂവിന് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ ഉണ്ടല്ലോ അവിടെ മുകളിൽ കാണുന്ന ക്യൂ ഇല്ലേ, അത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് വിൽ ഐ ഗെറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ 3ε0r എന്ന് കിട്ടി. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് റോ. അത് അറിഞ്ഞിരിക്കണം, ഇൻ ടേംസ് ഓഫ് റോ. ഇതെന്താ? ഇത് ഇലക്ട്രിക് ഫീൽഡാണ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ചാർജ്. ഇത് റോയുടെ ടൈമിൽ. ഇതിനെ വേണം നിങ്ങൾക്ക് അറിയാം, ഇത് റേഡിയലി ഔട്ട് ആയിരിക്കും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇല്ലേ? പോസിറ്റീവ് ചാർജ് ആണ്, റേഡിയലി ഔട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ വേണം നിങ്ങൾക്ക് വെക്ടർ ഫോമിൽ എഴുതാം. നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ, ഇങ്ങനെ എഴുതാം. ഈ റിസൾട്ട് അറിയാതെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ട് തന്നത്. അറിയില്ലാത്ത കുട്ടികൾ ഇത് ഇപ്പം തന്നെ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, സി ഹിയർ, നിങ്ങളൊരു പോയിന്റ് എടുക്കൂ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന റേഡിയലി എവേയും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന റേഡിയലി ഇന്നുമായിരിക്കും. ഇത് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റിയാണ്, അല്ലേ? അപ്പം ഞാൻ ഇതിനെ എങ്ങനെ കരുതുന്നു എന്നറിയാമോ? ടേക്ക് എനി പോയിന്റ് ഹിയർ. ഒരു പോയിന്റ് എടുത്തു, പി എന്ന പോയിന്റ്. അതിലേക്ക് ഞാൻ കുറച്ച് വെക്റ്റേഴ്സ് വരയ്ക്കുക. സി, ഇത് R1 എന്ന് വിളിച്ചു. ഈ രണ്ടാമത്തെ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള വെക്ടറിനെ R2 എന്ന് വിളിച്ചു. ഇനി ഫസ്റ്റ് സ്പിയറിൻ്റെ സെക്കൻഡ് സ്പിയറിൻ്റെ സെൻറ്ററിലേക്കുള്ള വെക്ടറിനെ R എന്ന് വിളിച്ചു. എന്തൊക്കെയാണ് വെക്റ്റേഴ്സ് ആലോചിച്ച് നോക്കൂ. ദിസ് ഈസ് വെക്ടർ R, ദിസ് ഈസ് വെക്ടർ R1, ദിസ് ഈസ് വെക്ടർ R2. ഇവ തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? R1, R2 തമ്മിൽ ബന്ധം എന്താണ്? യു നോ R പ്ലസ് R2 എന്ന് പറയുന്നത് R-ന് ഈക്വലാണ്. ദാറ്റ് ഈസ് സിമ്പിൾ വെക്ടർ അഡീഷൻ. R അല്ല, R1 ഈക്വലാണ്. ഓർ എൽസ് യു ക്യാൻ റൈറ്റ് R1 മൈനസ് R2 എന്ന് നിങ്ങൾ കണ്ടാൽ, എവിടെയെങ്കിലും കണ്ടാൽ, യു ഷുഡ് സേ ദാറ്റ് ഈസ് ഈക്വൽ ടു R. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഞാൻ പറയുന്നത് എന്താ അറിയാമോ? ഈ പോയിന്റിലെ ഫീൽഡ് രണ്ട് ഫീൽഡുകളുടെ സമ്മാണ്. ഏതാ? ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും വെക്ടർ സമ്മാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ അറിയാമല്ലോ. സി, therefore electric field inside it is equal to electric field due to plus rho first sphere plus electric field due to minus rho which is second sphere. Did you understand? There are two fields there, one due to plus rho, another due to minus rho. Add them vectorly, you will get electric field. ഇനി റോ ആണെങ്കിൽ നമുക്കറിയാം, പ്ലസ് റോ ഉണ്ടാക്കുന്ന ഫീൽഡ് അറിയാം. ഏതാ? റോ ഡിവൈഡഡ് ബൈ 4 എത്രയാ? 3ε0 അല്ലേ? റോ ഡിവൈഡ് ബൈ 3ε0 ഇൻ വാട്ട് ഡയറക്ഷൻ? R1-ൻ്റെ ഡയറക്ഷനിൽ. ദാറ്റ് മീൻസ് ദിസ് ഫീൽഡ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇനി അടുത്തത് മൈനസ് റോ. അപ്പം മൈനസ് എന്തുകൊണ്ടാ?
Second one is minus rho. Minus rho divided by 3 epsilon naught. അത് ഏത് ഡയറക്ഷനിലാണ്? R2. R2. എന്ന് പറഞ്ഞാൽ മൈനസ് R2ന്റെ ഡയറക്ഷൻ. ഈ മൈനസ് goes along with R2. That is this direction. This is that direction. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കോമൺ ഔട്ട് ചെയ്യാം. വാട്ട് ഈസ് 3 ഡിവൈഡഡ് റോ ഡിവൈഡ് ബൈ 3 എപ്സിലോൺ നോട്ട് R1 minus R2. What is R1 minus R2? It's a constant vector. Le. What is that? What is that? E is equal to rho divided by 3 epsilon naught R. R. ഈ R1 R2 മാറും. പക്ഷെ R മാറുന്നുണ്ടോ? ഇല്ല. ഇത് പറയുന്നത് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഹാസ് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആണെന്ന് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി എലോങ് ആർ ആൻഡ് ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ഓൾസോ. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ സെയിം ആണ്. ദാറ്റ്സ് എ മീനിങ് ഓഫ് ദിസ് റിസൾട്ട്. ദാറ്റ്സ് എ മീനിങ് ഓഫ് ദിസ് റിസൾട്ട്. ലിസൺ ഹിയർ കെയർഫുള്ളി. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഈ റിലേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. എനി വൺ ക്യാൻ ഡു. ആൻഡ് R1 മൈനസ് R2 എന്ന് പറയുന്നത്, ലുക്ക് ഹിയർ, R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ ആറാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഏത് പോയിന്റ് എടുത്താലും ഈ ഇന്റർസെക്ഷൻ ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ചാർജ് ഡെൻസിറ്റിയുടെ ഇന്റർസെക്ഷൻ ഉള്ള സ്ഥലം, അവിടെ ആക്ച്വലി ചാർജ് ഇല്ല, നോ ചാർജ്, ചാർജ് ന്യൂട്രലൈസ് ആയി. പക്ഷെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇൻ ദ സെൻസ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഇതാണ് ഇന്റർസെക്ഷൻ എന്ന് വിചാരിക്കുക. ലുക്ക്, ഇതാണ് ഇന്റർസെക്ഷൻ എന്ന് വിചാരിക്കുക. എനി പോയിന്റ് യു ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ and they will have same magnitude. Any point, every point. Any point means every point the electric field will have same magnitude and same direction. That means in this region electric field is uniform. That's the meaning. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതും കുറച്ച് കൺസെപ്ച്വലാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. A point charge plus Q is placed just outside an imaginary hemisphere. Outside. It's not touching. Okay. Imaginary hemisphere kill surface of radius R. In the radius R ആണ് കുട്ടികളെ. This is R or this is R. R. Shown in the figure. Which of the following statement are correct? Question ഒന്നുകൂടെ വായിച്ചേ. ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. സ്പിയറിന്റെ ഉള്ളിലല്ല, തൊട്ട് പുറത്താണ്. ഇമാജിനറി സ്പിയർ ആണ്. Gaussian surface need, I mean, the surface need not be physical. It can be imaginary also. Okay. Which of the following statements are correct എന്ന ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. The electric flux passing through curved surface of the hemisphere is. Electric flux passing through curved surface. Curved surfaceൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. Curved surface. ഇത് curved surfaceൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇത് മൊത്തം, കാരണം ഇത് ഔട്ട്സൈഡ് ആണ്. കണ്ടോ, കർവ്ഡ് സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇത്രയാണെന്ന്. കർവ്ഡ് സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഇതിന് രണ്ട് സർഫസ് ഉണ്ട് കുട്ടികളെ. ഒന്ന് കർവ്ഡ് സർഫസ്, ഒന്ന് ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസ്, ഫ്ലാറ്റ്. ഇത് കർവ്ഡ്. ഈ ചാർജ് ഇരിക്കുന്നതിൻ്റെ പുറത്താ. ഇതൊരു ക്ലോസ്ഡ് സർഫസ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചാർജ് ഔട്ട്സൈഡിലാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് നെറ്റ് ഫ്ലക്സ് 0 ആയിരിക്കും. ഓർമ്മയുണ്ടോ? That means what I am telling you is, look, flux through this flat surface, ഇതിൽ കൂടെയുള്ള ഫ്ലക്സും flux through this curved surface, this curved surface. Listen, ഈ curved സർഫസിലെയും ഫ്ലാറ്റ് സർഫസിലെയും ഫ്ലക്സ് കൂട്ടി നോക്കിയാൽ 0 കിട്ടണം. ബിക്കോസ് there is no charge inside it, charge is outside. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കൂ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്ന ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് അല്ലെ കർവ്ഡ് പ്ലസ് ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് ഈസ് ഈക്വൽ ടു 0. Why? Because the charge is sitting outside. It's a closed surface. There is no net flux through a closed surface when the charge is outside. Charge inside ആണെങ്കിൽ നെറ്റ് ഫ്ലക്സ് 0 അല്ല. ടോട്ടൽ ഫ്ലക്സ് Q ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് എന്ന് കിട്ടും. ഇവിടെ ചാർജ് എവിടെയായിരിക്കുന്നത്? പുറത്താണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം, അതിലേക്ക് വരാം. കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദ സർഫസ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് മേ ബി ലൈക്ക് ദിസ്.
ആ ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണോ എന്നാണ് ചോദ്യം. അതും നമുക്ക് ചെയ്യാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ കർവ്സ് ആൻഡ് ഫ്ലാറ്റ് സർഫസ് ഈസ് ക്യൂ ബൈ എപ്സിലോൺ. അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത്. എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ കർവ്ഡ് ആൻഡ് ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ്. കർവ്ഡ് ആൻഡ് ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായി? ക്ലോസ് സർഫസ് ആയി. അത് 0 ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആയിരിക്കുമോ? അല്ല. എന്തുകൊണ്ടാ? ചാർജ് ഉള്ളിലായിരുന്നുവെങ്കിൽ ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആയിരുന്നേ. ചാർജ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് അത് 0 ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കി. സർക്കംഫറൻസ് ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ. ഇവിടത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കംഫറൻസിലെ പൊട്ടൻഷ്യൽ സെയിം ആണോ എന്നാണ് ചോദ്യം. അത് സെയിം ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർക്കംഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കൂ കുട്ടികളെ. ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ? ആലോചിച്ച് നോക്കൂ. സർക്കംഫറൻസിലേക്ക് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് സെയിം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫസ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കൂ. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ വേണം. ഇതിൻ്റെ തിയറിയെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണം. അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താണ് നിങ്ങൾക്ക് ആദ്യമേ അറിയേണ്ടത്? സോളിഡ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ ഡിസ്ക്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? സോളിഡ് ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസിൻ്റെ സ്ക്വയർ ആണ് സോളിഡ് ആംഗിൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡിസ്ക് എടുക്കുക. ഡിസ്ക് എങ്ങനെയുള്ള ഡിസ്ക്? ഒരു സ്പിയറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ സ്പിയർ വരച്ച സ്പിയർ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു ഡിസ്ക്, ഇതൊരു ഡിസ്കാണ്. ഈ റെഡ് കളറിൽ കാണുന്ന ഒരു ഡിസ്കാണ്. അത് സബ്റ്റൻഡ് ചെയ്യുന്ന സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ സോളിഡ് ആംഗിൾ പ്ലെയിൻ ആംഗിൾ അല്ല കേട്ടോ. ദിസ് ആംഗിൾ സോളിഡ് ആംഗിളിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ഒമേഗ. ഇങ്ങനെയാ ഒമേഗ എന്ന് നമ്മൾ വിളിക്കുക സോളിഡ് ആംഗിളിനെ. ഇതിൻ്റെ ഒരു കോണല്ലേ കുട്ടികളെ? ഇത് ഒരു കോണായതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുന്നു. ഹാഫ് വെർട്ടെക്സ് ആംഗിൾ, വെർട്ടെക്സിൻ്റെ ആംഗിളിൻ്റെ പകുതി. ഹാഫ് വെർട്ടിക്കൽ ആംഗിൾ എന്നും പറയും, ഹാഫ് വെർട്ടെക്സ് ആംഗിൾ എന്നും പറയും. എൻ്റെ വെർട്ടെക്സ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ പകുതിയെ ഞാൻ ആൽഫ എന്ന് വിളിക്കുന്നു. ഈ ആൽഫ അറിയാമെങ്കിൽ ഈ ഒമേഗ എഴുതാൻ പറ്റും. ഒമേഗ ആൽഫയും സെയിം അല്ല കേട്ടോ. ഡോണ്ട് സേ ദാറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു 2 ആൽഫ എന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം എന്താ? ഒമേഗ സോളിഡ് ആംഗിൾ ആണ്. ആൽഫ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ ആണ്. അപ്പോൾ ഈ സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഞാൻ എൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്ക് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ കാണാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ആ ഡെറിവേഷൻ ഏതെങ്കിലും ബുക്കിൽ ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒരു റിങ് എടുത്തിട്ട് അതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് റിസൾട്ട് നിങ്ങൾ കാണാൻ പഠിക്കുക. ഒമേഗ ഈസ് ഈക്വൽ ടു 2π 1 മൈനസ് കോസ് ആൽഫ. ദിസ് is the relation. This is the solid angle subtended by a disc. Solid angle subtended by a disc whose half vertical angle is alpha. Whose half vertex angle എന്ന് പറയും, vertical angle എന്ന് പറയും കേട്ടോ. രണ്ടും കറക്റ്റാണ്. Whose half vertex angle is alpha. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഒരു ചാർജ് നിങ്ങൾ വെച്ചു എന്ന് വിചാരിക്കുക. സപ്പോസ് യു ഹാവ് കെപ്റ്റ് എ ചാർജ് ഹിയർ. Q വെച്ചു. ഇപ്പം ഈ ചാർജിൽ നിന്നുള്ള ഫ്ലക്സ് ഉണ്ടല്ലോ കുട്ടികളെ, ഫ്ലക്സ് ഈ സ്പിയറിൽ കൂടെ കടന്നു പോയില്ലേ? ഇത് കണ്ടോ, ഫ്ലക്സ് ബൈ ദ ചാർജ്. അപ്പോൾ ഈ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? അത് വളരെ സിമ്പിളാണ്. ഈ സ്പിയറിലെ മൊത്തത്തിലുള്ള ഫ്ലക്സ് എത്രയായിരിക്കും? അതെല്ലാവർക്കും പറയാൻ പറ്റുന്ന. വാട്ട് വിൽ ദാറ്റ് ബി? ദാറ്റ് വിൽ ബി Q by epsilon naught അല്ലേ? പക്ഷേ ഈ ഡിസ്കിൽ കൂടെ ഉള്ളത് എത്രയായിരിക്കും? ഡിസ്കിൽ കൂടെ ഉള്ളത് എത്രയായിരിക്കും? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഒമേഗ. ഈ ഒമേഗ വലുതാണെങ്കിൽ, സോളിഡ് ആംഗിൾ വലുതാണെങ്കിൽ ഈ ഡിസ്കിൽ കൂടെയുള്ള ഫ്ലക്സും വലുതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫ്ലക്സ് ത്രൂ ദ ഡിസ്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഒമേഗ. ഓക്കെ, ഫ്ലക്സ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഒമേഗ. ഫ്ലക്സ് ഫൈ ഡയറക്ട്ലി പ്രപ്പോസ് ടു വാട്ട്? ഒമേഗയ്ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നിങ്ങൾക്കറിയാം Q by epsilon naught ഫ്ലക്സ് ഒരു സ്പിയറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സ്പിയറിലെ ഒമേഗ എന്ന് പറയുന്നത് 4π സോളിഡ് ആംഗിൾ. ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ 4π അല്ലേ? അപ്പോൾ 4πയിലെ ഫ്ലക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒമേഗയിലെ ഫ്ലക്സ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ? വളരെ സിമ്പിളാണ്. എന്താ? ഫൈ ഈസ് ഈക്വൽ ടു Q by epsilon naught ഫ്ലക്സ് എവിടെയുണ്ട്? 4πയിലുണ്ട്. ആലോചിച്ച് നോക്കൂ. Q by epsilon naught ഫ്ലക്സ് 4π സോളിഡ് ആംഗിളുണ്ട്. സ്റ്റിറേഡിയൻ എന്നാണ് പറയുക കേട്ടോ, യൂണിറ്റ് സ്റ്റിറേഡിയൻ. 4π സ്റ്റിറേഡിയനിൽ Q by epsilon naught ഫ്ലക്സ് ഉണ്ട്. അങ്ങനെയാണ് ഒമേഗ സ്റ്റിറേഡിയനിൽ എത്രയുണ്ട്? Q divided by epsilon naught divided by 4π
into omega. That's all. Because flux is proportional to omega. അപ്പോൾ phi is equal to എങ്ങനെ വരും? ഈ ഒമേഗ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. What you will get? Q divided by 2 epsilon naught 1 minus cos alpha എന്ന് വരും. This is the flux through the disk whose semi-vertex angle is alpha. This is the flux through a disk whose semi-vertex angle is omega. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് നോക്കാം. ഇതും അതുപോലെ തന്നെയല്ലേ, ആലോചിച്ച് നോക്കി. ഇതൊരു ഡിസ്ക്. ലെറ്റ് മീ ഷോ യു. ദിസ് ഈസ് എ ഡിസ്ക്. റിമെമ്പർ, ദിസ് വൺ ഈസ് എ ഡിസ്ക്. ഇതൊരു ഡിസ്കായിട്ട് എടുത്തോ. ഒരു കോൺ. ഇതാ സെമി വെർട്ടെക്സ് ആംഗിൾ അറിയാമോ? സി, ഇതാണ് സെമി വെർട്ടെക്സ് ആംഗിൾ. ദാറ്റ് ഈസ് 45. വൈ? ബിക്കോസ് ദിസ് ഈസ് ആർ ആൻഡ് ദിസ് ഓൾസോ ഈസ് ആർ. യു നോ ദാറ്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 45. അപ്പം നമുക്ക് ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കേർഡ് സർഫസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റും ഫ്ലക്സ് ത്രൂ കേർഡും കൂടെ കൂട്ടി നോക്കിയാൽ 0 കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഫ്ലക്സ് ത്രൂ കേർഡ് കിട്ടും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്ലക്സ് ത്രൂ കേർഡാണ് വേണ്ടത്. അതിന് ഫ്ലാറ്റ് കണ്ടുപിടിക്കൂ. ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ്. ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിനെ ഒരു ഡിസ്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എന്താ ഇക്വേഷൻ? ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 2 epsilon naught 1 minus cos alpha എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഇപ്പോൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. Q ഡിവൈഡ് ബൈ 2 epsilon naught 1 minus cos alpha. കോസ് ആൽഫ എത്രയാ? ആൽഫ 45 ആ. അപ്പോൾ 1/√2. ഇത് കേർവ്ഡ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സാണ്. അതല്ല എനിക്ക് വേണ്ടത്. ഇത് ഫ്ലാറ്റ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സാണ്. എനിക്ക് കേർവ്ഡ് സർഫസിൽ കൂടെയുള്ളതാണ് വേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ് പ്ലസ് ഫ്ലക്സ് ത്രൂ കേർവ്ഡ് ഈസ് ഈക്വൽ ടു 0. അതെനിക്കറിയാം. സോ വാട്ട് വിൽ ഐ ഡു? ഐ വിൽ ഫൈൻഡ് ഫ്ലക്സ് ത്രൂ കേർവ്ഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫ്ലക്സ് ത്രൂ ഫ്ലാറ്റ്. അപ്പോൾ ഫ്ലക്സ് ത്രൂ കേർവ്ഡ് എത്രയായി? കേർവ്ഡ് എത്രയായി? മൈനസ് Q ഡിവൈഡ് ബൈ 2 epsilon naught 1 minus 1/√2. That means this is correct. C correct ആണോ? C correct അല്ല, നമ്മൾ ഓൾറെഡി കണ്ടതാ. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ കേർവ്ഡ് ആൻഡ് ഫ്ലാറ്റ് സർഫസ് ഈസ് Q/epsilon naught ആണോ? അല്ല, കേർവ്ഡേയും ഫ്ലാറ്റിലെയും കൂടെ കൂട്ടി നോക്കിയാൽ 0 ആണ് കിട്ടുന്നത്. ദിസ് ഈസ് റോങ്. അപ്പോൾ A കറക്റ്റ് ആണ്, B റോങ് ആണെന്ന് മനസ്സിലായി. B അല്ല, C. ഇനി നമുക്ക് രണ്ടെണ്ണോട് ചെക്ക് ചെയ്യാനുണ്ട്. എന്താണ്? സർക്കംഫറൻസ് ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ. പിന്നെ വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ദാറ്റ്? വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ കേർഡ് സർഫസ് ഫ്ലാറ്റ്. അതല്ല, ബി ചെക്ക് ചെയ്യണ്ടേ? ബി ചെക്ക് ചെയ്തില്ല നമ്മൾ. ദ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദ ഫ്ലാറ്റ് സർഫസ് ഈസ് കോൺസ്റ്റന്റ്. നോക്കാം നമുക്ക്. ഇത് നോക്കി, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ ബി കൂടെ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. ബി എന്താണ്? കമ്പോണന്റ് ഓഫ് ഇ നോർമൽ ടു ഫ്ലാറ്റ് സർഫസ്. നോർമൽ ടു ഫ്ലാറ്റ് സർഫസ് ചെക്ക് ചെയ്യാൻ പോവുക. എന്ത് ചെയ്യണം? എക്സ് അകലെ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇത് എക്സ് അകലെയാണ്. എക്സ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി അവേ ആയിരിക്കും. ദിസ് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ നോർമൽ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് വേണമെങ്കിൽ സപ്പോസ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദെൻ ദിസ് ഓൾസോ വിൽ ബി തീറ്റ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ അല്ലേ? ഈ കോസ് തീറ്റ. ഈ എഴുതാൻ നിങ്ങൾക്കറിയാമല്ലോ. ചാർജ് പറയാൻ, ഡിസ്റ്റൻസ് പറയാം. ഡിസ്റ്റൻസ് എത്രയാ? √r² + x² ആണ് ഡിസ്റ്റൻസ്. ബിക്കോസ് ദിസ് ഈസ് ആർ. ലുക്ക്, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ആർ. √r² + x² ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാർജ് കെ എന്ന് എഴുതി 1 / 4πε0
Q divided by ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എത്രയാണ് കുട്ടികളെ? ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി കോസ് തീറ്റയെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തീറ്റ എടുക്കുക. ഈ തീറ്റ തന്നെയാണ് ഈ തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആർ ഡിവൈഡഡ് ബൈ ദിസ് വൺ. കോസ് തീറ്റ ഈസ് ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇത് എഴുതുമ്പം ഈ പെർപെൻഡിക്കുലർ എത്ര കിട്ടി കുട്ടികളെ? ഈ പെർപെൻഡിക്കുലർ ഈക്വൽ ടു കെ ക്യു ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു ദ പവർ 3/2 എന്ന് കിട്ടി. നോക്കി ഇതിൽ എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്, എന്താണ് വേരിയബിൾ നോക്കൂ. ഇത് കോൺസ്റ്റന്റ് ആണോ എന്നറിയാൻ ഇതിൽ എന്തെങ്കിലും വേരിയബിൾ ഉണ്ടോ ചെക്ക് ചെയ്താൽ മതി. കെ കോൺസ്റ്റന്റ് ആണ്, ക്യൂ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, ആർ സ്ക്വയർ. ബട്ട് എക്സ് ഈസ് ചേഞ്ചിങ് വിത്ത് പോയിന്റ്. ഈ പോയിന്റിലെ എക്സ് ആണോ ഈ പോയിന്റിലെ എക്സ്? ദാറ്റ് മീൻസ് പോയിന്റ് ടു പോയിന്റ് എക്സ് വിൽ ചേഞ്ച്. മീൻസ് വാട്ട്? പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് എക്സ് വിൽ ചേഞ്ച് ഫ്രം പോയിന്റ് ടു പോയിന്റ്. അപ്പൊ ഇത് തെറ്റാണ്. ഇതെന്താണ്? സർഫസ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈസ് കോൺസ്റ്റന്റ് എന്നാണ്, കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് റോങ്. പിന്നെ ഡി എന്താ പറയുന്നത്? ദ സർക്കംഫറൻസ് ഓഫ് ദ ഫ്ലാറ്റ് സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് കറക്റ്റ് ആയിരിക്കും. കാരണം എന്താ അറിയാമോ? ഈ സർക്കംഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ കുട്ടികളെ, എനിവേർ ആ ചാർജിൽ നിന്ന് സർക്കംഫറൻസിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെ നോക്കിയാലും റൂട്ട് ഇതും ആറാണ്, ഇതും ആറാണ് അല്ലേ? ദിസ് ഈസ് ആർ, ദിസ് ഈസ് ആർ, ഇത് ആറ്, ദിസ് വൺ ഓൾസോ ഈസ് ആർ. ദെർഫോർ ദിസ് ഈസ് റൂട്ട് 2r ആണ് ഈ ഡിസ്റ്റൻസ്. റൂട്ട് 2r സർക്കംഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് റൂട്ട് 2r ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എത്രയാണ്? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ആർ എന്നുള്ള എത്ര എഴുതണം? റൂട്ട് 2r അറ്റ് എനി പോയിന്റ്. ഏത് പോയിന്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. സർക്കംഫറൻസിൽ ഏത് പോയിന്റ് എടുത്താലും. സർക്കംഫറൻസിൽ മാത്രമേ, ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ മാറും. സർക്കംഫറൻസിലേക്ക് ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റാണ്. സർക്കംഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെയിം ആണ്, ഈ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. നമ്മൾ കണ്ടായിരുന്നു ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് വൺ റോങ് ആണെന്ന് നമുക്കറിയാമായിരുന്നു. തേർഡ് വൺ റോങ് ആണെന്ന് നമ്മൾ കണ്ടു. ഫോർത്ത് വൺ കറക്റ്റ് ആണ്. ഇത് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ കറക്റ്റ് വന്നത് കേട്ടോ. നിങ്ങളുടെ ജെഇക്ക് ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളെ ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടായിരിക്കും. ഏതാ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നാളെ നമ്മൾ ഡീൽ ചെയ്യും. എല്ലാവരും ലൈവിൽ അവസാനം വരെ അറ്റൻഡ് ചെയ്യുക. സിൻസിയർ ആയിട്ട് എല്ലാ ലൈവിലും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കുറേ സെൽഫ് സ്റ്റഡിയും ചെയ്യുക. അങ്ങനെ നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരുക. താങ്ക് യു ഫോർ വാച്ചിങ്.